أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. പേജ് 440 സൂറത്ത് യാസീനാണ് നാം ഇതുവരെ പറഞ്ഞു വന്ന ക്രമത്തിൽ ഇനി അടുത്ത് നമുക്ക് വിശദീകരിക്കാനുള്ള സൂറത്ത്. ഹിജറക്ക് മുമ്പിറങ്ങിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് സൂറത്ത് യാസീൻ. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനം, ഹിജറക്ക് മുമ്പിറങ്ങിയ സൂറത്തുകളിൽ വിശ്വാസപരമായ സ്വഭാവപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. ആ പ്രാധാന്യം ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനങ്ങളുടെ നാളിന്റെ ഏത് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ വർഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത്, അങ്ങനെ ഒരു കാലയളവൊന്നും സാധാരണഗതിയിൽ സൂറത്തുകളെ പറ്റി പരാമർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ചില പ്രത്യേക ആയത്തുകളെ പറ്റിയും ചില പ്രത്യേക സൂറത്തുകളെ പറ്റിയൊക്കെ ഒരു സമയക്ലിപ്തത കാണുന്നുണ്ട്, ഇന്ന സന്ദർഭത്തിലാണ് എന്നുള്ളത്. ഈ സൂറത്തിന്റെ ആശയങ്ങൾ പിന്നെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പ്രബോധനത്തിന്റെ തുടക്കത്തിലല്ല, ഏതാണ്ട് കുറെ വർഷങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ പ്രബോധന പ്രവർത്തനം നടന്നതിന് ശേഷമുള്ളൊരു സമയത്താണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. സൂറത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങളും മറ്റു കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വിശദീകരിക്കാം. ഞാൻ ആ സൂറത്തിന്റെ കൂടെ പോകട്ടെ. യാസീൻ, രണ്ടക്ഷരങ്ങൾ, യാ എന്ന അക്ഷരവും സീൻ എന്ന അക്ഷരവും. ഖുർആനിലെ 29 സൂറത്തുകളുടെ ആരംഭത്തിൽ ഇങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. നൂൻ പോലെ ഒരക്ഷരം, അല്ലെങ്കിൽ 2 കാഫ്, ഹാ, യാ, ഐൻ, സാദ് എന്നീ അക്ഷരങ്ങൾ കൂടുതലുള്ളത് അതാണ്. അങ്ങനെ വ്യത്യസ്ത അക്ഷരങ്ങളുടെ എണ്ണം കൊണ്ട് എന്താണ് ഇപ്പൊ ഈ സൂറത്തുകൾ അങ്ങനെ ഈ യാസീൻ അല്ലെങ്കിൽ ഹാമീം, ത്വാഹ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? മിക്കവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരുപാട് തവണ അത്തരം ആയത്തുകൾ കടന്നുപോയത് അനുഭവിച്ചവരാണ്. പിന്നെ എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വ്യക്തമല്ല. യാസീൻ, ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിന്റെ ആദ്യ ഭാഗത്ത് ഖുർആനെ പറ്റി പരാമർശിക്കുന്ന പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് ഖുർആനിൽ 2 തരം ആയത്തുകളുണ്ട് എന്നൊരു വിശദീകരണമുണ്ട്. ആയാത്തും മുഹക്കമാത്ത്, ആയാത്തും മുത്തശാബിഹാത്ത് എന്നാണ് അവക്ക് കൊടുത്തിരിക്കുന്ന വേർതിരിവ്. അല്ലാഹ് കൊടുത്ത വേർതിരിവാണ്. മുഹക്കമാത്ത് എന്ന് പറയുമ്പോൾ ഉറപ്പായ പിന്നെ വ്യക്തമായ ആയത്തുകൾ. വ്യക്തമെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിന്റെ ആശയം എന്താണ്, ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുന്ന ആയത്തുകൾ, അതാണ് മുഹക്കമാത്തായ ആയത്തുകൾ. ഖുർആനിലെ ഭൂരിഭാഗം ആയത്തുകളും അങ്ങനെയാണ്. ഇപ്പൊ അഖീമുസ്സലാത്ത, ആത്തു സക്കാത്ത എന്നൊക്കെ പറയുന്ന ആയത്തുകൾ കേട്ടാൽ അതിന്റെ അർത്ഥം ആർക്കും മനസ്സിലാവും, ഇന്നതാണ് കൽപ്പന എന്നുള്ളത്. ഖുർആനിലെ ഭൂരിഭാഗം ആയത്തുകളും അങ്ങനെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ മുത്തശാബിഹാത്ത് ആയത്തുകൾ ഉണ്ടെന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിന്. മുത്തശാബിഹാത്ത് എന്നുള്ളതിന്റെ മലയാള പരിഭാഷ പിന്നെ ഈ അവ്യക്തമായവ അല്ലെങ്കിൽ ആശയം സുവ്യക്തമാവാത്തവ എന്നാണ്, സാദൃശ്യം തോന്നിക്കുന്നവ എന്നൊക്കെ. എന്താന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഏതുപോലെ ഖുർആനിലെ ഒറ്റ അക്ഷരങ്ങൾ പോലെ നൂൻ, ഖാഫ്, ഈ തുടക്കത്തിലുള്ള യാസീൻ പോലെയുള്ള അക്ഷരങ്ങൾ പോലെ എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് വ്യക്തമാവില്ല. അങ്ങനത്തെ ആയത്തുകളുണ്ട്. ഇങ്ങനെ 2 തരം ആയത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുക മാത്രമല്ല, അതിന്റെ താഴെ അള്ളാഹു വേറൊരു കാര്യം കൂടി പറഞ്ഞു. ആയത്തിന് തുടർച്ചയായിട്ട് ഈ വിശ്വാസികളായ ആളുകളും ശരിക്കും ബോധമുള്ളവരും എന്ത് പറയുന്നറിയോ, എല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ആ ചർച്ച അവസാനിപ്പിക്കും. അതിന്റെ പിന്നാലെ പോവില്ല. എന്നാല് പിന്നെ മനസ്സിൽ വക്രത തോന്നുന്ന ആളുകളും ചീത്ത ദുരുദ്ദേശമുള്ള ആൾക്കാരും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ആയത്തുകളെ വ്യാഖ്യാനിക്കാനോ ആ ആയത്തുകൾക്ക് അവരുദ്ദേശിക്കുന്ന അർത്ഥങ്ങൾ കൽപ്പിക്കാനോ വേണ്ടിയുള്ള അധ്വാനങ്ങൾ, ശ്രമങ്ങൾ നടത്തുമെന്നെല്ലാം കൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ആയത്തുകൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് നിയോഗിച്ച ഗുരുനാഥൻ. അദ്ദേഹം ഈ ആയത്ത് ഓതിയിട്ട് യാസീൻ എന്ന് പറയുകയല്ലാതെ ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഈ അലിഫ്ലാം മീം അലിഫ്ലാം റ പോയത്തെ ആയത്തുകളെ പറ്റി അതിന്റെ ഉദ്ദേശം ഇന്നതാണെന്നോ അത് ഇത്ര അക്ഷരങ്ങളുടെ ചുരുക്ക രൂപമാണെന്നോ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ചെയ്യാറുള്ള പോലെ അല്ലാഹു ആലം, അള്ളാഹുവിനറിയാം അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചാൽ മതി. നമ്മളതിന്റെ പിന്നാലെ കൂടുതൽ അന്വേഷിക്കേണ്ടതില്ല. അപ്പൊ പിന്നുണ്ടാകുന്നൊരു ചോദ്യം, ആളുകൾക്ക് മാർഗദർശകമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അള്ളാഹ് അവതരിപ്പിച്ചൊരു ഗ്രന്ഥം സമ്മതിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. അതാണ് നമ്മൾ ഖുർആനുമായി പുറത്തു നിൽക്കുമ്പോൾ മറ്റു ജനങ്ങളോട് നമ്മൾ പറയുന്നത്. അങ്ങനത്തെ ഒരു കിതാബില് ആളുകൾക്ക് മനസ്സിലാവാത്ത, മനുഷ്യർക്ക് അർത്ഥം മനസ്സിലാവാത്ത കുറെ പദങ്ങൾ എന്തിനു വേണ്ടി പറഞ്ഞു എന്നാണ്. അതിനുള്ള മറുപടി രണ്ട് കാര്യമാണ്. ഒന്ന്, ആ ആയത്തുകളുടെ അർത്ഥം മനസ്സിലായില്ല എന്ന് വെച്ച് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നല്ലവനായി ജീവിക്കാൻ സാധിക്കാത്തൊരു ബുദ്ധിമുട്ടില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ നേർമാർഗത്തിൽ ജീവിക്കേണ്ടത് എന്നതിന് ഈ ആയത്തുകളുടെ അർത്ഥം അറിഞ്ഞില്ല എന്നുള്ളത് തടസ്സമല്ല. നീ എന്തേ നന്നാവാഞ്ഞ്, അത് അലിഫ്ലാമീന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വേറെ ആയത്തുകളിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇതിൽ ഇങ്ങനെ കുറച്ച് ആയത്തുകൾ ഉണ്ടായി പോയി എന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാനില്ല. മറ്റൊന്ന്, ഒരു യുക്തി എന്താണെന്ന് ചിന്തിക്കുന്നതിന് തടസ്സമല്ല. എന്തായിരിക്കും അല്ലാഹു ഉദ്ദേശിച്ചതെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് പ്രധാന ഭാഗങ്ങള് ഖുർആൻ വിശദീകരിച്ച പൂർവികന്മാർ സാധാരണ പറയാനുള്ളൊരു രണ്ടെണ്ണം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയ ആളുകൾ പറഞ്ഞത് ഇത് അദ്ദേഹം തനിയെ പറഞ്ഞുണ്ടാക്കുന്ന ആയത്തുകളാണ്, വചനങ്ങളാണ്, അള്ളാന്റെതല്ല എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവർ പറഞ്ഞു നബിക്ക് ഭ്രാന്തനാണ്, തലക്ക് നല്ല സുഖമില്ലാത്ത ആളാണ്. അപ്പോ അറിയാം നമുക്ക്, ശരിക്ക് ഭ്രാന്തായ ഒരാൾക്ക് മറ്റുള്ളവർ അയാളെ ഭ്രാന്താന്ന് വിളിച്ചാൽ എന്ത് പ്രതികരണം ഉണ്ടാവുക നമുക്കത് സങ്കല്പിക്കാൻ കഴിയില്ല, അറിയില്ല നമുക്കത്. ഭ്രാന്ത് ഇല്ലാത്ത ഒരാളെ പറ്റി ഭ്രാന്താന്ന് വിളിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഭാവം എന്താണ്? ഒരാൾക്ക് ഭ്രാന്തില്ല, പക്ഷെ അയാൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് കൂട്ടുകുടുംബക്കാരും സുഹൃത്തുക്കളും സംശയിക്കുന്നുണ്ട്. ഇത് ഇയാൾക്ക് അറിയും ചെയ്യാൻ നോക്കുക. എന്നാൽ അയാൾ എന്താ ചെയ്യുക? തന്നെ പറ്റിയൊരു ഭ്രാന്തനാണെന്ന് തോന്നിക്കാവുന്ന ഒന്നും അയാളടുത്തൊന്നും ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അയാൾ എല്ലാവർക്കും എന്നെ പറ്റിയൊരു സംശയമുണ്ട്, എനിക്ക് നല്ല സുഖമില്ലാന്ന് എന്ന് ഇയാൾക്ക് ബോധമുണ്ടെങ്കിൽ ഇയാളെ പെരുമാറ്റം സംസാരമൊക്കെ പരമാവധി ശ്രദ്ധിക്കുകയാണ്. കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ഞാൻ എന്തെങ്കിലും അർത്ഥമില്ലാത്ത വാക്ക് പറയുകയോ പിന്നെ അർത്ഥമില്ലാത്ത ചെറിയ ഇറുക്കുകയോ ഒക്കെ ചെയ്താൽ ഓരോ ഉറപ്പിക്കും എനിക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിക്കട്ടെ എന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ അവർ പറയുന്നത് ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാ. നഅൂദുബില്ലാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ട് പറയാണ് അലിഫ് ലാമ് മീമ് യാ സീന് നൂന് എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക ച മ എന്നൊക്കെ വിളിച്ചു പറയും പോലെ ഉണ്ടാവും. അങ്ങനെ പറയുന്ന ഒരാളെ പറ്റി ആൾക്കാർ എന്താ തിരിക്കുക? ഇതെന്താ ഇയാൾ പറയുന്നത്? കാ, അയാൾ പറഞ്ഞു കാ അല്ലെ പാ എന്ന് പറയുന്നു അല്ലെ? ഇതൊരു സുഖമില്ലാത്ത ഏർപ്പാടാണല്ലോ എന്നാ തോന്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം തന്നെ പറ്റിയ ആളുകൾ ഭ്രാന്തർ എന്ന് വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു ഭ്രാന്തിന്റെ ലക്ഷണമായി മനുഷ്യർ കണക്കാക്കിയേക്കാവുന്ന ഒരവസ്ഥയാണ് ഒറ്റ അക്ഷരങ്ങൾ വിളിച്ചു പറയാന്നുള്ളത്. അപ്പൊ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിയെ പറഞ്ഞതാണ് ഖുർആനെങ്കിൽ മക്കയിലെ ആ പശ്ചാത്തലത്തിൽ ഒരിക്കലും ഈ അക്ഷരങ്ങൾ വിളിച്ചു പറയില്ല. അലിഫ് ലാം മീം യാ സീൻ ഇതൊന്നും പറയാൻ പോകില്ല. കാരണം എന്താ അറിയോ? പിന്നെ ആൾക്കാരല്ലെങ്കിൽ തന്നെ എന്നെ ഭ്രാന്താന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെയും കൂടി പറഞ്ഞാല് ഓരോ ഉറപ്പിക്കും അത് എന്നാ വിചാരിക്കുക. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനാണ്. മക്കയിൽ ആളുകൾ പറയുന്ന ഭ്രാന്തും എന്റെ ആരോപണമൊക്കെ കേട്ടു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൈര്യത്തോടെയാ പറയുന്നത് യാ സീൻ, യാ എന്ന അക്ഷരവും സീൻ എന്ന അക്ഷരവും ഞാൻ ഉച്ചരിക്കുന്നു. എന്താണ് എന്റെ കാരണം? ഈ വാചകങ്ങൾ പറയുന്നത് തനിയെയല്ല, മറ്റൊരു കേന്ദ്രത്തിൽ നിന്നുള്ള കൽപ്പന പ്രകാരം പറയാൻ കൽപ്പിക്കപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതിന്റെ ഒരു തെളിവാണിത്. എന്ന് വെച്ചാൽ ഖുർആൻ അള്ളാന്റെ വചനങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വചനങ്ങളല്ല എന്നതിന്റെ തെളിവായിട്ടാണ് ആ അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് അള്ള പറഞ്ഞ ഒരു ദുരുദ്ദേശത്തോടു കൂടിയുള്ള എന്ന് വിശദീകരിച്ച അർത്ഥത്തിലല്ലത്. അതിന്റെ യുക്തി ഇതായിരിക്കാം, അല്ലാഹു ആലം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മറ്റൊരു വെല്ലുവിളി കൂടിയുണ്ട് അതിൽ. അതാണ് സാധാരണ മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കാറ്. എന്താണ്? അറബിയിലെ അക്ഷരങ്ങളാണ് യായും സീനും അലിഫും ലാമും മീമും റായും ഒക്കെ. മക്കയിലെ ജനങ്ങളെ നിങ്ങൾ സംസാരിക്കുന്ന അതേ ഭാഷയാണ് ഞാനും സംസാരിക്കുന്നത്, നിങ്ങൾക്കറിയാത്തൊരു ഭാഷയിലല്ല. നിങ്ങളുടെ വാദം ഈ ഖുർആൻ ഞാൻ കൊണ്ടുവരുന്നതാണെങ്കിൽ നിങ്ങൾക്കും അറിയാമല്ലോ യായും സീനും മീമും റായും ഒക്കെ. ഞാൻ പറയും പോലെ നിങ്ങളും പറയാൻ തയ്യാറാവ്, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾക്ക് എന്നെക്കാൾ ഈ കാര്യത്തിൽ കഴിവുള്ളവരാണല്ലോ നിങ്ങൾ. കവിതയും സാഹിത്യവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളേറെ പരിചയിച്ച ഒരാളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന് മുമ്പുള്ള പ്രവാചകത്തിന് മുമ്പുള്ള സന്ദർഭത്തിൽ നബി ഇത്തരം സദസ്സുകൾ അധികം പങ്കെടുക്കാറില്ല. ഏത് കവിതാ മത്സരങ്ങളും മറ്റൊക്കെ നടക്കുന്നിടത്ത് ഒരു ശ്രോതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ.
അപ്പോ നിങ്ങൾ പറയുന്ന അതേ ഭാഷയിലെ അക്ഷരങ്ങളാണ് ഞാനും പറയുന്നത്. ഇത് എന്റെ സ്വന്തം വകയാണ് ഖുർആൻ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉച്ചരിക്കുന്ന യായും സീനും കൂട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കൂ. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 29 സൂറത്തുകളുടെ തലക്കൽ അങ്ങനെയുണ്ട്. അതിന്റെ അർത്ഥം അള്ളാഹുവിനെ അറിയൂ. അതിൽ ഇങ്ങനെ ഒരു യുക്തി ഉണ്ടായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പൂർവികന്മാർ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലെ ബാക്കി അള്ളാഹു ആലം. ഇനി അടുത്ത് പറയുന്നത് എന്താ? വൽ ഖുർആനിൽ ഹക്കീം. വൽ ഖുർആൻ, ഖുർആനാണ് സത്യം. സത്യം എന്ന അർത്ഥം കിട്ടിയത് ആ വാവ് കൊണ്ടാണ്. അറബിയിൽ വാവ് എന്ന അക്ഷരം വ്യത്യസ്ത അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. കാര്യമായി ഉപയോഗിക്കുന്ന ഒരർത്ഥം എന്ന അർത്ഥത്തിന് കൂട്ടിപ്പറയാനും മറ്റൊന്ന് സത്യത്തിനാണെന്നറിയാം. വൽ ഖുർആൻ, ഖുർആൻ തന്നെയാണ് സത്യം. ഏത് ഖുർആൻ? അൽ ഹക്കീം. ഖുർആന് ഒരു വിശേഷണം നൽകിയിരിക്കുന്നു. അറിവുകൾ നിറഞ്ഞ വിജ്ഞാനപൂർണമായ എന്നാണ് ഹക്കീം എന്ന വാക്കിന്റെ അർത്ഥം. ഹക്കീം യുക്തിശാലി, ഹിക്മത്തുള്ളവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അള്ളാഹിനെ പറ്റി ഉപയോഗിക്കുന്ന ഒരു വിശേഷണ വാക്കാണത്. ഹക്കീം, ഹിക്മത്തുള്ളവൻ, യുക്തിസഹജമായി കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നാണ് അവിടെ ഹക്കീം എന്ന വാക്കിന്റെ അർത്ഥം. അതേ ഹക്കീം എന്ന വാക്കിന് ഹിക്മത്ത് എന്ന അറബി വാക്ക് തന്ത്രം, യുക്തി എന്ന വാക്കിന് ഉപയോഗിക്കുന്ന പോലെ വിജ്ഞാനം, അറിവ് എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അതിൽ നിന്നുള്ള രൂപാന്തരമാകുമ്പോൾ ഹക്കീം എന്ന് പറയുമ്പോൾ വിജ്ഞാനങ്ങളുള്ള, വിജ്ഞാനപൂർണമായ എന്നാണ് അർത്ഥം വരിക. അപ്പോൾ വൽ ഖുർആനിൽ ഹക്കീം, അറിവുകൾ നിറഞ്ഞ വിശുദ്ധ ഖുർആനാണ് സത്യം. അപ്പൊ അള്ളാഹു ഖുർആനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അറിയാം, ഇത്തരം ആയത്തുകൾ വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടി വരും. അറിയുന്നവർ മുഷിയണ്ട. സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യത്തിന് അത് സാക്ഷിയാണ് എന്നാണ് അതോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ സത്യത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. മൻ കാന യഹ്ലിഫ് ഫൽ യഹ്ലിഫ് ബില്ലാ. അതങ്ങനെ കണ്ടമാനം പെരുപ്പിക്കേണ്ട ഒരു വാക്കൊന്നുമല്ല. ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതങ്ങനെ ചെയ്യേണ്ടി വന്നാൽ തന്നെ അള്ളാഹുവാണ് സത്യം എന്ന് പറയുകയല്ലാതെ, അല്ലെങ്കിൽ അള്ളാഹിനെ മാത്രം കുറിക്കുന്ന വിശേഷണ പദങ്ങളുണ്ട്. പൊയ് പറയുന്ന നാഥനാണ്, എന്നെ സൃഷ്ടിച്ച തമ്പുരാനാണ്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ അള്ളാഹിനെ പറ്റി മാത്രമായിട്ടല്ല, അള്ളയാണ് സത്യം എന്നല്ലാതെ വേറെ ഒരാളെ പിടിച്ചു സത്യം ചെയ്യാൻ പറ്റില്ല. പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ സൂക്ഷിച്ച് ഉപയോഗിച്ച്, പിടിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്തെങ്കിലും പുസ്തകമോ വടിയോ പിടിച്ചോ എന്നുള്ളതല്ല. മനസ്സിൽ പറയുന്ന വാക്കുണ്ടല്ലോ, അള്ളാഹുവാണ് സത്യം എന്നല്ലാതെ മറ്റൊരു വാക്കുപയോഗിച്ച് സത്യം ചെയ്യാൻ പാടില്ല ഒരു മുസ്ലിമായ മനുഷ്യന. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. കാരണം മറ്റുള്ളവർക്കൊക്കെ സത്യം ചെയ്യാൻ പലരും ഉണ്ട്. മക്കളാണ് സത്യം, അച്ഛനാണ് സത്യം, അമ്മയാണ് സത്യം, അങ്ങനെ തുടങ്ങി പലതും. നമുക്കാവുന്ന പാടില്ല. പലരും കാണും ഖുർആനാണ് സത്യം, പിന്നെ ഈ മക്കളാണ് സത്യം, പിന്നെ കഅബയാണ് സത്യം, അങ്ങനെയൊക്കെ പല സത്യങ്ങളും മുസ്ലിങ്ങൾ ചെയ്യുന്നു കാണാം. അപ്പൊ പാടില്ലാത്തൊരു കാര്യമാണെന്ന് ഓർമ്മിക്കുക, കുറ്റകരമായ ഒരു കാര്യമാണ്. സത്യം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് ഇത് സാക്ഷിയാണെന്ന, അതിന് സാക്ഷി അള്ള മാത്രമേ ഉള്ളൂ. കഅബ സാക്ഷിയാവുന്നില്ല. കാരണം നമ്മളെ ഉള്ളും പുറമൊന്നും കഅബക്ക് അറിയില്ലല്ലോ. ഖുർആൻ സാക്ഷിയാവുന്നില്ല. എങ്ങനെ? പരലോകത്ത് സാക്ഷി പറയില്ല എന്ന അർത്ഥത്തിലല്ല, എന്റെ മനസ്സിൽ ഇപ്പോഴുള്ള എന്താന്ന് ഈ കിതാബിന് അറിയില്ലല്ലോ, അതുകൊണ്ട് സാക്ഷിയാന്ന് പറയാൻ പാടില്ല. സാക്ഷിയായി സത്യം ചെയ്ത് പറയാന്നുള്ളത് അള്ളാഹിനെ കൊണ്ട് മാത്രമേ പാടുള്ളൂ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സത്യം ചെയ്യണമെങ്കിലോ അത് അള്ളാഹിനെക്കാളും വലിയൊരു സംഗതി ഇല്ല ഭൂമിയിൽ. അപ്പൊ പിന്നെ അള്ളാഹു എന്താ ചെയ്യുക? അള്ളാഹിന്റെ സൃഷ്ടികളായ പലതിനെ പറ്റിയും പറയും, അല്ലെങ്കിൽ അള്ളാഹിന്റെ വചനങ്ങളെക്കുറിച്ചും സത്യം ചെയ്യും. ഇതിപ്പോ സൃഷ്ടിയല്ല, അള്ളാഹിന്റെ വചനമാണ്. എന്തിനാണത്? ആ സത്യം ചെയ്തതിന് ശേഷം പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൌരവം ആളുകളെ മനസ്സിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സത്യം ചെയ്യാൻ ഉപയോഗിച്ച സംഗതി എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. ഇപ്പൊ സൂര്യനാണ് സത്യം, ചന്ദ്രനാണ് സത്യം എന്നൊക്കെ പറയുമ്പോ എന്തേയുള്ള സൂര്യനും ചന്ദ്രനൊക്കെ പറയാൻ കാരണം എന്തുണ്ട് എന്ന് ചിന്തിക്കാം. സത്യത്തിന് ശേഷം പറഞ്ഞ കാര്യം എന്താണ്, അതിന്റെ ഗൌരവം മനസ്സിലാക്കുകയും ചെയ്യാം. ഇപ്പോ വൽ ഖുർആൻ, ഖുർആൻ തന്നെയാണ് സത്യം. എങ്ങനത്തെ ഖുർആൻ? ഹക്കീമായ ഖുർആൻ. ഖുർആന്റെ വലിയൊരു വിശേഷണമാണ് ഇത്, വിജ്ഞാനങ്ങൾ നിറഞ്ഞതാണ്. അതൊരു അത്ഭുതമാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു വേദഗ്രന്ഥത്തെ പറ്റി ഉണ്ടാകാവുന്ന ഒരു ധാരണ, അത് ഹിന്ദുക്കളുടേതായാലും ക്രിസ്ത്യാനികളുടേതായാലും എന്താവട്ടെ, ക്രിസ്ത്യാനികളെ പറ്റി പറയുമ്പോൾ അവരെ വേദഗ്രന്ഥത്തിന്റെ ഉത്ഭവം അള്ളാഹുവിൽ നിന്നാണ്. പക്ഷേ ആ യഥാർത്ഥ ഗ്രന്ഥം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, ലോകത്തെവിടെയും ഈസാ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഇഞ്ചിൽ ജീവിച്ചിരിക്കുന്നില്ല, ബാക്കിയായിട്ടില്ല. ആളുകൾ ഓർമ്മയിൽ നിന്ന് എഴുതിണ്ടാക്കിയ എന്തൊക്കെ വചനങ്ങൾ മാത്രമാണ് ബൈബിൾ എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോ പിന്നെ അവയൊക്കെ എന്താവട്ടെ, അവയ്ക്കൊക്കെ ഒരു ധാരണ എന്താ അറിയോ, കുറേയേറെ ആളുകൾക്ക് മനസ്സിലാവാതിരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകത തന്നെ. ഒരു ഇങ്ങനത്തെ മത നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ലേഖനങ്ങളോ ഒക്കെ വായിച്ചിട്ട് ആളുകൾ തമ്മിൽ പറയുന്നൊരു പ്രധാന കാര്യം എന്താണെന്നറിയോ, ഭയങ്കര പ്രസംഗം, ഭയങ്കര ലേഖനാണിത്. ഏത് വേദാന്തത്തെ പറ്റി പറയുന്നത്, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
എനിക്കെന്തേ മനസ്സിലായത്? എനിക്കത് 10% പോലും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഉഗ്രനായതെന്ന് ഇയാൾ പറഞ്ഞത്. മനസ്സിലായല്ലോ? അപ്പൊ ദൈവത്തെപ്പറ്റിയും ദേവതയെപ്പറ്റിയും മതത്തെപ്പറ്റിയും ഒക്കെ പറയുന്ന സംസാരങ്ങൾ സാധാരണഗതിയിലെ ധാരണ അത് മിക്കതും ആളുകൾക്ക് മനസ്സിലാവാതിരിക്കാന്ന. പിന്നെ പലതും ആളുകളെ സാമാന്യ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് എന്നിട്ട് പിന്നെ അങ്ങ് വിശ്വസിക്കുക എന്നൊരു തരം അടിമത്വമാണ്. ഖുർആന് നമുക്കൊരു വല്ലാതെ നമ്മൾ മാത്രം ഇരുന്ന് പറയുന്നതല്ല. ഒരു 10-14 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനത്തെ വികാസങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ ഒരു ജനതയ്ക്ക് മുമ്പിൽ വന്നിട്ട് അവരെ ബുദ്ധിയെ പൊട്ടിത്തെറിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പറഞ്ഞൊരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കും മുമ്പ് ആകാശത്തൂടെ പറക്കുന്ന പറവകളെ പറ്റിയാണെങ്കിൽ പോലും ഒരു ഐഡിയ ഞങ്ങൾക്ക് തന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അവർ വേദനിച്ചത് ആ വഹയി നിലച്ചതില്ല. ഒരു നല്ല ഗുരുനാഥൻ പോയി എന്തുണ്ടെങ്കിലും ഒന്ന് ചോദിച്ചു പഠിക്കാമായിരുന്നു. അതിനുള്ള പ്രേരണകളും പ്രചോദനവും ഒരുപാട് വിശദീകരണങ്ങളും ഖുർആൻ നൽകുകയും ചെയ്തു. എന്തിനാ നിങ്ങളുമായി ഇപ്പത് പങ്കുവെക്കുന്നത്? ഖുർആനെ അങ്ങനെ കൂടി കാണാൻ നമ്മൾ തയ്യാറാവുക. എന്തായിട്ട്? അറിവിന്റെ സ്രോതസ്സായി ഉറവിടമായി ഖുർആനെ കാണാൻ തയ്യാറാവുക. ഖുർആൻ ഒരു കാര്യത്തെപ്പറ്റി എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കാം. നമ്മളെ മനസ്സിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എവിടെയെന്നറിയോ? ദീനിയാണെന്ന് നമ്മൾ ദീനിയായ കാര്യങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങളെപ്പറ്റി അങ്ങനെ ഒരു ബോധം നമ്മുടെ തലയിലുണ്ട്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അവിടെ ഒതുങ്ങാതെ, അവിടെ മതിയാക്കാതെ ലോകത്തെ എന്ത് വിഷയത്തെപ്പറ്റിയാണെങ്കിലും ഖുർആന്റെ സമീപനം എന്താണ് എന്ന് അന്വേഷിക്കുന്ന രീതി ഉണ്ടാവും. ബാക്കി പലയിടത്തും നമ്മൾ അവസ്ഥാനങ്ങള് അവിടെ ഖുർആന്റെ ധാരണകളല്ല നമ്മുടെ അടുത്തുണ്ടാവുക. പലപ്പോഴും വേറെ നിലക്ക് നമ്മൾ പഠിക്കാൻ വിധിക്കപ്പെട്ട നിർബന്ധിക്കപ്പെട്ട പലതും നമ്മുടെ തലയിലുണ്ടാകുക. ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ നമ്മുടെ ഹിന്ദു വർഗീയവാദികളായ ആളുകളൊക്കെ കാര്യമായി പറഞ്ഞ് ഫലിപ്പിക്കാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ്? ഈ ഇന്ത്യയിലെ ഇസ്ലാം മതം വൈദേശിക മതമാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ പലയിടത്തും കുഴിച്ചു നോക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് പോലും ഒരു തൗഹീദിന്റെ ഏകദ വിശ്വാസത്തിന്റെ ഇസ്ലാമിന്റെ യാതൊരു ലാഞ്ചനയും അടയാളങ്ങളും ഞങ്ങൾക്ക് കുഴിച്ചെടുക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നെല്ലാം കൂടി പറയുന്നത്. ഇത് നമ്മുടെ മക്കൾ പഠിക്കുകയാണിത്. ശരിയാണ്, ലോകത്തൊക്കെ കുഴിച്ചു നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് പഴയ സംസ്കാരത്തിൽ പാരമ്പര്യത്തിൽ ഇസ്ലാമിന് പങ്കില്ല എന്നാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അവര്. പക്ഷെ സത്യം നിങ്ങൾക്കറിയാം, ഒരു മുസ്ലിം പള്ളിയും ഒരു ചർച്ചും ഒരു അമ്പലവും നിൽക്കുന്ന ഭാഗത്ത് കുറെ കൊല്ലങ്ങളോളം നിലനിന്നിട്ട് എന്തെങ്കിലും വെള്ളപ്പൊക്കമോ ഭൂമി കുലുക്കമോ പോയിക്കൊണ്ട് അവ തകർക്കപ്പെടുന്നു എന്ന് വെക്കുക നാട്. ഒരു 10, 100, 500 കൊല്ലങ്ങൾക്ക് ശേഷം ആ ഭാഗം കുഴിച്ചു നോക്കിയാൽ ചർച്ച എന്ന സ്ഥലത്തുനിന്ന് കുരിശിന്റെയോ യേശുവിന്റെയോ മറിയമ്മിന്റെയോ ഒക്കെ വല്ല ബിംബങ്ങളുടെ പ്രതിമകളുടെ അവശിഷ്ടങ്ങളോ എന്തോ പൊട്ടോ പൊടിയോ കിട്ടാതിരിക്കില്ല. ഒരു ഹിന്ദുക്കളുടെ അമ്പലം തകർന്ന ഭാഗത്തുനിന്ന് എന്തായിരുന്നാലും കിട്ടും. പിന്നെ കിട്ടിയതിന്റെ കോലം നോക്കിയിട്ട് ഏത് ദേവനെയാണ് ആരാധിച്ചത് തീരുമാനിച്ചാൽ മതി. ഒരു മുസ്ലിം പള്ളി നിന്നൊരു സ്ഥലം നശിപ്പിക്കപ്പെട്ടിട്ട് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ കുഴിച്ചു നോക്കിയാൽ എന്തിന്റെ അടയാളം ഉണ്ടാവുക? കാർപ്പറ്റിന്റെ, മൈക്കന്റെ, അത് പുൽപ്പായന്റെ എന്തിന്റെ അടയാളം ഉണ്ടാവുക? മുസ്ലിങ്ങളുടെ ആണെന്ന് തിരിച്ചറിയാവുന്ന ഒരടയാളം ഉണ്ടാവില്ല. മിനാരങ്ങൾ തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വന്നത് ബാങ്ക് വിളിക്കാനുള്ള സൗകര്യത്തിനാണ്. അതിന് മുകളിൽ കയറിയിട്ട് ആ ബാങ്ക് കൊടുക്കുക. 4 മിനാരങ്ങളുണ്ടെങ്കിൽ 4 മിനാരത്തിന്റെ മുകളിൽ നിന്നും ഒരേ സമയത്ത് 4 ബാങ്ക് വിളിക്കുന്ന ആൾക്കാർ 4 ഭാഗത്തേക്ക് തിരിഞ്ഞ് ബാങ്ക് വിളിക്കും. അതിനാണ് ആ മിനാരം ഉണ്ടാക്കിയത്. പിന്നീട് അതിന്റെ ആവശ്യം ഒരു അടയാളമായി മാറിയതുകൊണ്ട് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ് മുസ്ലിങ്ങളുടെ അടയാളം ഉണ്ടാവുക? ഒരടയാളം ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാ. ഇപ്പൊ തൗഹീദിന് ഏകദൈവ വിശ്വാസത്തിന് ആളുകൾ ഏകദൈവവിശ്വാസികളാണെന്ന് കാണിക്കാവുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ട എന്താണെന്നറിയോ? അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. നമ്മളവിടെ ചിന്തിക്കേണ്ട എന്താ പറഞ്ഞാൽ, എന്താണ് ഖുർആൻ അതിലുള്ള വിശദീകരണം? ഖുർആൻ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഏകദൈവവിശ്വാസികളാണ് തുടക്കത്തിൽ നിന്ന, പിന്നെയാണ് തകരാറുകളും പിഴവുകളും സംഭവിച്ചതെന്ന. അതുകൊണ്ട് ഇന്ത്യയിലും അങ്ങനെ തന്നെ ആയിരിക്കണം, നിർബന്ധമായും ഏകദൈവവിശ്വാസികളായിരിക്കണം. പിന്നെ നിങ്ങൾ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ മാറിയതായിരിക്കും. എന്നാലും ഇങ്ങനെ മാറുമെന്നാ നമ്മൾ ചിന്ത. എങ്ങനെ മാറുമോ അത് നമുക്ക് ബേജാറാവണ്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോ ഏതാണ്ട് 500 ചില്ലാനും 600 ചില്ലാനും കൊല്ലങ്ങൾ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോഴേക്ക് ആ ജനത എവിടെ എത്തിയിട്ടുണ്ട്? അപ്പൊ അതിനേക്കാളും 1000-ഓ 2000-ഓ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഇതിനപ്പുറം എത്തിക്കൂടായികയില്ല എന്ന് മനസ്സിലാക്കുക. ഇതിൽ മാത്രമല്ല, എന്ത് കാര്യത്തെ പറ്റിയും എങ്ങനെ ദീനിയായ വിഷയങ്ങളുടെ തീരുമാനം പറയാനുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അത് ഉറപ്പാണ്. ഇതിന് ഒന്നാമത്തെ പ്രമാണം അതാണ് നിലയിൽ സംശയമില്ലാത്ത ഉറപ്പിച്ച നമ്മള് മറ്റു വിജ്ഞാനങ്ങളെപ്പറ്റിയും എന്താണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കാനുള്ള താല്പര്യം കാണിക്കുക. കാരണം ഖുർആനെ ഹക്കീമായ ഖുർആനായിട്ട് കണക്കാക്കുക, അറിവിന്റെ ഉറവിടമായി കണക്കാക്കുക. അൽബറൂനിയെ പോലെയുള്ള ഇബ്നു ബത്തൂത്തയെ പോലുള്ള ആളുകൾക്കൊക്കെ
സഞ്ചാരികളായി ലോകത്ത് സഞ്ചരിക്കാനൊക്കെ പ്രേരിപ്പിച്ചത് സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ തുടങ്ങിയ ഖുർആന്റെ പ്രേരണകളാണ്. ഓരോരുത്തർ ഓരോ ആയത്തിന്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കുകയാണ്. അള്ളാന്റെ ഒരു ആയത്തുണ്ടല്ലോ, സീറു ഫിൽ അർളി, നടക്കണം, സഞ്ചരിക്കണം, പഠിക്കണം എന്നല്ലേ. ശരി, എന്നാ ഞാൻ സഫർ പോവാ. മൊറോക്കോക്കാരായവർ സഞ്ചരിക്കാം, ലോകത്തൊന്നായിട്ട് സഞ്ചരിച്ചിട്ട് അവർക്ക് കിട്ടിയിടത്തോളം ഉള്ള വിവരങ്ങൾ ശേഖരിച്ച് എഴുതി വെക്കുന്നു. എല്ലാ പ്രേരണയും കിട്ടിയത് അതിൽ നിന്നാണ്. അപ്പോ ആ നിലക്ക് ഖുർആനെ കാണാൻ തയ്യാറാവും. എന്നിട്ട് ഖുർആനാണ് സത്യം. എന്താ പറയാൻ പോകുന്നത്? ഇന്നക്ക, തീർച്ചയായും താങ്കൾ ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാകുന്നു. മുർസല് അറിയുന്ന വാക്കാണ്, ദൂതന്മാർ. റസൂല്, റുസുല്. മുർസലീന അയക്കപ്പെട്ടവർ എന്ന വാക്കിന്റെ അർത്ഥം ദൂതന്മാർ. ഒരു ലാ ഉണ്ട് അവിടെ, ലമിന. ഈ ലാക്കാണ് തന്നെ എന്നർത്ഥം വരുന്നത്. ലമിനൽ മുർസലീൻ, മുർസലീങ്ങളിൽ പെട്ടവൻ തന്നെയാവുന്നു. താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറഞ്ഞത്. ഈ വിജ്ഞാനം നിറഞ്ഞ വിശുദ്ധ ഖുർആനാണ് സത്യം. താങ്കൾ ദൂതന്മാരിൽപ്പെട്ട ആള് തന്നെയാകുന്നു. താങ്കൾ ഒരു റസൂൽ തന്നെയാകുന്നു. ആ ആയത്തിറങ്ങിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സമാധാനായി. എന്ത്? ശരി തന്നെയല്ലേ, അതെ, ഞാൻ അങ്ങനെ തന്നെ ഉറപ്പ് തന്നെയാണ് എന്നൊരു ഉറപ്പ് വരും. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കൊന്നുമല്ല, മനുഷ്യനാണ്. ഈ ഒരു അള്ളാഹുവിന്റെ സഹായവും ഉറപ്പും വാഗ്ദാനങ്ങളും കിട്ടിയിട്ട് ഒരു സമൂഹത്തിന്റെ മുന്നിൽ പ്രബോധന പ്രവർത്തനവുമായി വന്നു നിന്നിട്ട് തന്നെ അല്ലമീൻ എന്ന് വിളിച്ചൊരു ജനതയിൽ നിന്ന് കിട്ടിയ പ്രതികരണം സുഖമുള്ളതല്ല. സ്വാഭാവികമായും ബേജാറുണ്ടാവും മനസ്സിൽ. എന്താണ്, എവിടെയാണ് ബുദ്ധിമുട്ട്, എവിടെയാ വന്നത്? ഇത് തുടക്കത്തിലുണ്ടായെന്ന് ഖുർആൻ പറഞ്ഞാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല. തന്റെ രക്ഷിതാവ് തന്നെ ഉപേക്ഷിച്ചിട്ടില്ല, നിന്നോട് വെറുപ്പില്ല, നിനക്ക് ഇനിയും അനുഗ്രഹങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. അപ്പോ ആ അവസ്ഥ കണക്കാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിന് ഉറപ്പ് നൽകിയിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ ദൂതന്മാരിൽപ്പെട്ട ഒരാൾ തന്നെയാകുന്നു. ഉറപ്പിച്ചോളൂ, സംശയമൊന്നും വേണ്ട. ഇനി നിങ്ങൾ ദൂതൻ തന്നെയാണ്. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പൈശാചികമായ ചിന്തകളോ ഒന്നുമല്ല, അള്ളാന്റെ ബോധനം തന്നെയാണെന്ന് ഉറപ്പിച്ചോളൂ, സമാധാനിച്ചോളൂ. അതാണ് വഹിയും നമുക്കുണ്ടാകുന്ന തോന്നലുകളും തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊക്കെയും വെറുതെ ഇരിക്കുമ്പോൾ പലതും ആലോചിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങോട്ട് പോയിക്കോളൂ, ഇങ്ങോട്ട് പോയിക്കോളൂ, ഇങ്ങനെ പറയാം, ഇതാണ് നല്ലത് എന്നൊക്കെ പലതും തോന്നാറുണ്ട്. ഈ തോന്നലുകൾ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള തോന്നിപ്പിക്കലുകളാണോ അത് പിശാചിൽ നിന്നുള്ളതാണോ എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. വേണ്ടാത്തരങ്ങളായി അറിയപ്പെട്ട കാര്യങ്ങൾ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാത്ത പിശാചിന്റെ തന്നെയാണ്. നേരെ മറിച്ച് ഒരാൾക്ക് തോന്നാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കണമെന്ന് തോന്നുകയാണ്. ഇത് അള്ളാന്റെ പക്കം എന്നുള്ള ഒരു തോന്നിപ്പിക്കലാണോ അതോ പിശാചിന്റെ പ്രേരണയാണോ? എങ്ങനെ ഇപ്പൊ തീരുമാനിക്കുക? അത് തിരിച്ചറിയും അയാൾ. എന്തുകൊണ്ടെന്നറിയോ? ആ ഉള്ള ജോലി വിട്ട് മറ്റൊരു ജോലി വിട്ടാതെ കഷ്ടപ്പെട്ട അയാൾ 6 മാസം നടക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ആ ജോലി വിടിക്കാൻ തോന്നിയത് പടച്ചോന്റെ തോന്നലൊന്നുമില്ലേന്, ശൈത്താന്റെ പഞ്ചനയായിരുന്നു. തിരിച്ചറിയാള് അന്നേ തിരിച്ചറിയും. നേരെ മറിച്ച് വഹിയാവുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകം? എന്താ പറയുക, അമ്പിയാക്കന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ഉറപ്പുണ്ട് ഇത് അള്ളാന്റെ ഭാഗത്ത് നിന്നെയാണ്. അത് ഉറപ്പിക്കുക കൂടിയാണ് ഈ ആയത്ത് ചെയ്യുന്നത്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്ത് നബിക്ക് ആ ഉപകാരം കിട്ടി. നമുക്കെന്താണ് ആയത്ത് കൊണ്ട് ഉപകാരം കിട്ടുന്നത്? വിജ്ഞാനപൂർണമായ ഖുർആനാണ് സത്യം, താങ്കൾ ദൂതന്മാരിൽപ്പെട്ടവനാണ് എന്ന് പറയുമ്പോ താങ്കൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന്റെ രേഖ, എന്നതിന്റെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അമ്പിയാക്കന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിൽ വന്നുപോയി. അവരുടെ ആരുടെയും മുഅ്ജിസത്തുകൾ ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. ഒരു മുഅ്ജിസത്ത് മാത്രം അവശേഷിക്കുന്നു ഭൂമിയിൽ, നമ്മുടെ കൈകളിലുണ്ട്. ഇതൊരു മുഅ്ജിസത്താണ് ഒരു പ്രവാചകന്റെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അയക്കപ്പെട്ട ദൂതനാണ് എന്നതിന്റെ രേഖ, എന്നതിന്റെ തെളിവ് ഈ വിശുദ്ധ ഖുർആനാണ് എന്നാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത ലോകത്ത് സ്ഥാപിക്കാൻ കൽപ്പിക്കപ്പെട്ട, അത് പ്രചരിപ്പിക്കാൻ അള്ളാഹ് ഉത്തരവാദിത്വം ഏൽപ്പിച്ച നമ്മളെ പണി ഈ ഖുർആൻ പഠിച്ചിട്ട് ഇത് മനുഷ്യനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നതല്ല, ഇത് പടച്ചോന്റേതാണെന്ന് സമർത്ഥിക്കലാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ച് നമ്മൾ മരിച്ചു പോകുമ്പോ സമാധാനത്തോടുള്ളൊരു മരണമാണ് നമുക്ക് നമ്മളെ ഏൽപ്പിച്ച് പണി ചെയ്തിട്ടിട്ട്. ആ പണി നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടതെന്ന് ഓർമ്മിക്കാം. ശ്രദ്ധിച്ചല്ലോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതനാണ്. നമ്മൾ തമ്മിൽ കാണുമ്പോൾ പറയാനല്ലോ പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചത്. ആ സന്ദേശം ഈ ഭൂമുഖത്ത് പ്രചരിപ്പിക്കാനാ. അത് പറയാൻ നിങ്ങൾക്കെന്ത് തെളിവ്? 10-14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന് അള്ളാഹുവിൽ നിന്ന് സന്ദേശം കിട്ടിയ ആളാണ് സമർത്ഥിക്കാൻ എന്ത് രേഖ? ആ രേഖ ഖുർആനാ. എന്താ കാര്യം? ഇത് കൊണ്ടുവന്ന മനുഷ്യന് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് ഞങ്ങളെങ്ങനെ പഠിക്കാന്ന് ബേജാറാവേണ്ട ഒരു കാര്യമില്ല. ആർക്കും പറയാം,
നിങ്ങൾ ഖുർആൻ ഈ കിതാബിന്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ലോകത്ത് ഇങ്ങനത്തെ ഒരു കിതാബ് ഒറ്റൊന്നേ ഉള്ളൂ. എന്താണ്? ഈ കിതാബ് വായിച്ചു തന്ന, ചൊല്ലി പഠിപ്പിച്ചു തന്ന വ്യക്തിക്ക് ഈ ഒരു അക്ഷരം എഴുതാനും അറിയില്ലായിരുന്നു, വായിക്കാനും അറിയില്ലായിരുന്നു. ഉമ്മി എന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആവർത്തിച്ച് പറഞ്ഞ അതുകൊണ്ടാണ്. നമ്മളെ സമൂഹത്തിലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ സ്നേഹത്തോടു കൂടി പറയാറുണ്ട്, നബിക്കുള്ള ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയാമായിരുന്നു. ബുദ്ധിപരമായ ഒരു ന്യായം അവർ പറയും, നബി ലോകത്തുള്ള എല്ലാവർക്കും അയക്കപ്പെട്ട ആളാണല്ലോ, അപ്പൊ ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയണ്ടേ. പക്ഷെ ഒരു കാര്യം നമ്മൾ തലയെ ചിന്തിച്ച് നമ്മുടെ ഭാവനയിൽ കണ്ടെത്തി പറയും മുമ്പ് അള്ളാഹ് എന്ത് പറഞ്ഞു ചിന്തിക്കണമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് ഉമ്മി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, അങ്ങനത്തെ വന്ന. ലോകത്ത് ആ വിശേഷണം ആരെ പറ്റി പറഞ്ഞാലും മോശ, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല പറഞ്ഞാൽ. ഒരാളെ പറ്റി പറഞ്ഞ മഹത്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാത്രം. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മുഅ്ജിസത്ത് ഈ ഖുർആനാ, ഒരു കിതാബാ. എഴുതാൻ അക്ഷരം അറിയാത്തൊരു മനുഷ്യനാണ് ഇങ്ങനത്തെ ഒരു കിതാബ് കൊണ്ടുവന്നു പറഞ്ഞാൽ അതെങ്ങനെ? അതെന്ത് പുസ്തകം? ഒരു സമൂഹത്തെ, ജനത്തിന്റെ, മനുഷ്യന്റെ ചരിത്രം മാറ്റിക്കുറിച്ച, ഇപ്പോഴും ഒരുപാട് ആളുകൾ ചൊല്ലിപ്പഠിക്കുന്ന, മനുഷ്യർക്ക് അന്നും ഇന്നും ചിന്തിക്കാൻ കഴിയാത്ത അത്ര വിശാലമായ അർത്ഥത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പറഞ്ഞ ഒരു ഗ്രന്ഥം. അത് പറഞ്ഞ വ്യക്തിക്ക് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അവിടെയാണ് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ് എന്നതിന്റെ വില നിൽക്കുന്നത്, പ്രാധാന്യം നിൽക്കുന്നത്. നമ്മളും മനുഷ്യരാ, നമുക്കും സങ്കല്പിക്കാം, സംശയിക്കാം. എങ്ങനെ? അല്ല, പണ്ടും കിതാബുണ്ടല്ലോ, തൗറാത്തും ഇഞ്ചീലും ഒക്കെ, അതിൽ നിന്നൊക്കെ ഒരു സ്വാധീനത്താൽ പറഞ്ഞതായിരിക്കാമല്ലോ ഇത്. തൗറാത്തും ഇഞ്ചീലൊക്കെ മുമ്പുണ്ടല്ലോ, അപ്പൊ ഈ പൂർവിക നബിമാരുടെ കഥകളൊക്കെ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞതൊക്കെ ആയിരിക്കാമല്ലോ എന്നൊരു സാധ്യത വല്ലാണ്ട് പറയാറുണ്ട് ഖുർആനെ എതിർക്കുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു കാര്യം അത് അള്ളാന്റെ ഒന്നുമല്ല, അപ്പുറത്തുള്ള വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാ. തൗറാത്തും ഇഞ്ചീലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, തൗറാത്തും ഇഞ്ചീലും ആരിൽ നിന്നോ ചൊല്ലിക്കേട്ട് പഠിച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ ആ തൗറാത്തിലും ഇഞ്ചീലും ഉള്ളതിനെ എതിർക്കുകയല്ലല്ലോ വേണ്ടത്, അതിനെ അംഗീകരിച്ചുകൊണ്ടല്ലേ എപ്പോഴും സംസാരിക്കാൻ പാടുള്ളൂ. അതെപ്പോഴും അതിലുള്ള മാതിരി പറയണ്ടേ. പക്ഷെ ഖുർആൻ എന്ത് ചെയ്തറിയോ, തൗറാത്തും ഇഞ്ചീലും അള്ളാന്റെ കിതാബാന്നുള്ള സത്യം അംഗീകരിച്ചെങ്കിലും ഒരുപാട് വിഷയങ്ങൾ ഖുർആൻ സംസാരിച്ചത് അന്ന് വരെയുള്ള തൗറാത്തിലും ഇഞ്ചീലുള്ളതിനെതിരായിട്ടാ. തൗറാത്തിലും ഇഞ്ചീലുള്ളതിനെതിരായിട്ടാ ഖുർആൻ സംസാരിച്ചത്. അതെങ്ങനെ വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറാത്തും ഇഞ്ചീലും നോക്കി പഠിച്ചതായിരുന്നുവെങ്കിൽ അദ്ദേഹം പറയേണ്ടത് അതിലുള്ള മാതിരിയാ. മായിദ ഒരു സൂറത്തുണ്ട്, അറിയാലോ. മായിദ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭക്ഷണത്തളിക, ഭക്ഷണം നിരത്തി വെച്ച ഡൈനിങ് ടേബിളിൽ മായിദ പറയും, അല്ലെങ്കിൽ ഭക്ഷണം നിരത്തി വെച്ച സുപ്രക്ക് പറയും. ഇതെന്താ? ഈസാ നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെടാണ്, ഞങ്ങൾക്കൊരു ആഘോഷമായി തീരാൻ വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു ദൃഷ്ടാന്തമായി ആകാശത്തുനിന്ന് ഒരു ഭക്ഷണ സുപ്ര ഇറങ്ങി വന്നാൽ ലഭിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്ന് പറയുന്നൊരു സന്ദർഭം. അത് ലഭിച്ചു എന്ന് വ്യക്തമായൊരു പ്രയോഗം ഖുർആനില്ല. പക്ഷേ ആ ഖുർആന്റെ രീതി മനസ്സിലാക്കിയാൽ, ആ വാചക ഘടന മനസ്സിലാക്കിയാൽ അറിയാം അത് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പരാമർശം ബൈബിളിൽ ഇല്ല. ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുന്നിടത്ത് അദ്ദേഹം ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണത്തളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നോ ആ ഭക്ഷണത്തളിക ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നോ പറയുന്ന ഒരു സന്ദർഭം പോലും ഇല്ല. ഇതെങ്ങനെയാ? തൗറാത്തിൽ നിന്നും ഇഞ്ചിയിൽ നിന്നുമാണ് ഖുർആൻ ഉണ്ടാക്കിയതെങ്കിൽ എവിടുന്ന് കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? നബിക്കറിയാത്ത വശങ്ങൾ അറിയുന്ന പുരോഹിതന്മാർ അക്കാലത്തുണ്ടല്ലോ. എങ്ങനെയാ മനഃപൂർവ്വം കള്ളം പറയാ? അവര് തിരിച്ചു ചോദിക്കൂലേ, അങ്ങനല്ലല്ലോ സംഭവം എന്ന് പറയില്ലേ? ഉണ്ടാക്കി പറയാനും പറ്റില്ലല്ലോ. അപ്പോ വേറെ അടുത്ത് കിട്ടിപ്പറഞ്ഞതുമല്ല, ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എഴുതാനും വായിക്കാനും അറിയില്ല. അതുകൊണ്ട് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളല്ല, അള്ളാന്റെ വചനങ്ങളാണ് എന്ന് ഉറപ്പാവുന്നു. അപ്പോ അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസ സ്ഥാപിതമാകുന്നത്. എന്നാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ഭാഷകളും അറിയാം എന്നതിന് തെളിവ് പിന്നെന്താ? അത് തെളിവെന്താ അറിയോ? സഹീഹുൽ ബുഖാരിയിലൊക്കെ ഹദീസിന്റെ കിതാബുകളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന ചില പരാമർശങ്ങൾ ഇങ്ങനെ കാണാം. കിതാബുൽ ഇൽമ് എന്നൊക്കെ പറയുന്ന ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചു. അതിന്റെ അർത്ഥം എന്താ? നമ്മളും പറയാറില്ലേ, അയാളുടെ ഭാഷ വടുകട്ടിയായിരുന്നു, അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ എന്നൊക്കെ പറയാറില്ലേ? അതിന്റെ അർത്ഥം എന്താ? അയാൾ മലയാളം മാറി ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയെന്നല്ലോ. അവിടെ ഭാഷ എന്ന് ഉപയോഗിക്കുന്ന ശൈലി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്. വ്യത്യസ്ത ഭാഷ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ശൈലി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമർത്ഥനായ ഗുരുനാഥനാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ, തിരുവനന്തപുരം, കണ്ണൂരും മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ മലയാളത്തിന്റെ സംസാര ശൈലിയിൽ വ്യത്യസ്ത രീതിയുണ്ട്. അപ്പോ ഇത് ചിലർക്ക് ആദ്യമായി കേൾക്കുന്നവർക്ക് മറ്റൊന്ന് പരിഹാസമായി തോന്നിയെന്ന് തന്നെ വരാം. സങ്കല്പിക്കാം, ഉണ്ടാവില്ല.
ഒരു ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു നബി വന്നു മലയാളക്കാർ സങ്കല്പിക്കാം. ആ നബിയെ കാണുന്ന വേറൊരു ജില്ലക്കാരൻ ഒരാൾ വന്നാൽ ഈ നബിയുടെ സംസാരം കേട്ടാകുന്നു ഇയാളെന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് തോന്നും. കാരണം ശൈലി വ്യത്യാസം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിതി ചെയ്യുന്നത് അറബിയിലുണ്ട് ഈ ശൈലി വ്യത്യാസം. യമനിൽ, ഹിജാസിൽ, തിഹാമയിൽ, നജിദിൽ ഒക്കെ തുടങ്ങിയ വ്യത്യാസമുണ്ട്. ഈ നബിയെ കാണാൻ വേണ്ടി വരുന്ന ഗ്രാമീണരായ ആളുകൾ നിങ്ങൾ എവിടുന്നാന്ന് ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്. അപ്പൊ അവര് പറയും ഞങ്ങൾ ഇന്ന ഗോത്രത്തിന്റെ ഭാഗത്തു നിന്നാണ്. അപ്പൊ അവർ സംസാരിക്കുന്ന ശൈലിയിലാണ് നബിയോട് സംസാരിക്കുക. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷവും. ഖുറൈശിയായിട്ട് മക്കയിലായിട്ട് പോലും ഞങ്ങളെ ശൈലി സംസാരിക്കുന്നല്ലോ ഇദ്ദേഹം. അതങ്ങനെയുള്ളോ നമ്മുടെ അതേ ശൈലി നിങ്ങൾ എവിടെയാണ്? പക്ഷെ നിങ്ങളെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾ അവിടെ നിന്നല്ല തോന്നിയത്, ഞങ്ങൾ എടുത്തു തരാൻ തോന്നിയത്. കാരണം ഞങ്ങൾ അവിടുത്തെ അതേമാതിരി സംസാരിക്കുന്നല്ലോ എന്ന് പറയാറുണ്ടല്ലോ. അതെങ്ങനെയാ? ഒരു പ്രത്യേക മതിപ്പോടെ സ്നേഹത്തോടെയാ പറയുന്ന വാക്ക്. അതുപോലെ ഷാ എന്ന വാക്കിന് ചാ എന്ന് പറയാ, സ എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കുക, അയിന് ഹായായി പറയാ. ഇങ്ങനെ കുറെ മാറ്റങ്ങളുണ്ട് അറബികൾ സംസാരിക്കുമ്പോൾ. അപ്പൊ ഓരോരുത്തരും വരുമ്പോ അവരുടെ ഭാഷാ രീതി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കാറുണ്ട്. അത് ബുഖാരിയിലുണ്ട്, സഹീഹ് ബുഖാരിയിൽ. അതിന് ബുഖാരി ഉപയോഗിച്ച വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരോടും അവരുടെ ഭാഷകൾ സംസാരിച്ചു എന്നാ. അതാണ് നമ്മുടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് നബിക്ക് ലോകത്തെ എല്ലാ ഭാഷയും അറിയാമായിരുന്നു പറഞ്ഞത്. അത് നബിയെപ്പറ്റി നല്ലത് വിചാരിച്ച് പറഞ്ഞതാണ്. പക്ഷെ അബദ്ധമാണത്, അങ്ങനെ പറഞ്ഞുകൂടാ. നബിക്ക് എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല എന്നതാണ് സത്യം. അപ്പൊ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് എന്നതിന്, നബി അള്ളാഹുവിൽ നയിക്കപ്പെട്ട ദൂതനാണെന്നതിന് രേഖയായി കാണിക്കാനുള്ളത് ഖുർആനാണെന്ന് തിരിച്ചറിയാം. ബാക്കി അലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്ത് മാർഗം, എല്ലാവർക്കും അറിയുന്ന ആയത്താണത്. ഇതിനെ സിറാത്ത് മുസ്തഖീം അറിയാലോ, അതറിയാത്ത ഒരാളുണ്ടാവില്ല. മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരായ. അലാ സിറാത്ത് മുസ്തഖീം, നേരായ മാർഗത്തിലുമാകുന്നു, നേർമാർഗത്തിൽ തന്നെയാകുന്നു. എന്താ ഇപ്പൊ ഇങ്ങനെ അള്ളാഹ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്ന ആദ്യം പറഞ്ഞതാണ് എന്താ അറിയോ? ഒരു മനസ്സമാധാനം ഉറപ്പിക്കലാണ്. നിങ്ങൾ അള്ളാഹുവിൽ നയിക്കപ്പെട്ട ദൂതൻ തന്നെയാണ്, സത്യമാണ്, ഉറപ്പാണ്. ഈ ഖുർആൻ വിജ്ഞാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. താങ്കൾ പോകുന്ന വഴി ശരിയായ വഴി തന്നെയാണ്, അബദ്ധവും തെറ്റും സംഭവിച്ചിട്ടില്ല ആ മാർഗത്തിൽ. അവിടെ നമുക്ക് പഠിക്കാനുള്ള എന്താ? ഖുർആൻ അനുസരിച്ച് ഒരു മനുഷ്യൻ ജീവിക്കാൻ മെനക്കെട്ടാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ മെനക്കെട്ടാല് അയാൾ പിന്നെ ബേജാറാവേണ്ട കാര്യമില്ല. ഞാൻ നിർമാർഗത്തിലാണോ ബേജാറാവേണ്ട കാര്യമുണ്ടോ? നമുക്ക് അല്ലാഹു ഒരു ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ടും നമ്മളെ കൊണ്ടാവുന്ന മാതിരി മനസ്സിലാക്കി ചിന്തിച്ചിട്ട് ഒരു ശരിയുടെ മാർഗം നമ്മൾ കണ്ടെത്തുന്നു ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. അതയാൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പെന്നറിയോ? ഞാൻ സിറാത്ത് മുസ്തഖീമിൽ തന്നെയാണ്. അതിന്റെ അർത്ഥം ഞാൻ സ്വർഗത്തിൽ ടിക്കറ്റ് വാങ്ങിയൊരു ആളായെന്ന അർത്ഥത്തിനല്ല. ഈ പോകുന്ന യാത്ര അള്ളാഹ് ഉദ്ദേശിച്ച യാത്ര തന്നെയാണ് ഇത് എന്നൊരു ഉറപ്പ്. അതാണ് സഹാബികളെയും നമ്മളെയും വേർതിരിക്കുന്ന ഒരു ഘടകം. നമ്മുടെ ചില സംശയങ്ങളൊക്കെ നിരുത്സാഹപ്പെടുത്തല്ല ഞാൻ, സംശയങ്ങൾ ഉണ്ടാവണം മനുഷ്യന് ചോദിച്ചോളൂ. പക്ഷേ നമ്മളെ ചില സംശയങ്ങളൊക്കെ നമുക്ക് ബുദ്ധി വെച്ചെന്ന് തുടങ്ങിയതാ, ഇപ്പോഴും തീർന്നില്ല. ഇനി എന്നാ തീരാന്ന് അറിയില്ല. അങ്ങനെ പോവുകയാണ് ആ സംശയം. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ മനുഷ്യർ? പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങളെപ്പറ്റി, ഈമാൻ കാര്യങ്ങളെപ്പറ്റി ഉണ്ടായിക്കൂടല്ലോ. അത് എന്താണ് ആ സംശയം? അത് അന്വേഷിച്ച് തീർക്കണം. എവിടുന്ന്? ഖുർആനിലൂടെ, ഹദീസിലൂടെ. അറിയുന്ന ആരുടെങ്കിലും പോയിട്ട് അതങ്ങ് തീർത്ത് കളയണം. എന്നിട്ട് ധൈര്യമായി നിൽക്കുക. ഹുദൈബിയ സന്ധി നടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുശ്രിക്കുകളുമായി കരാർ ഒപ്പിടുമ്പോ പ്രകടമായി തോന്നിയാൽ വളരെ താന്നു കൊടുക്കുന്ന കുറെ ഉപാധികളൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളെ കൂട്ടത്തുനിന്ന് ഒരാൾ ഇനി മുശ്രിക്കുകളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു വന്നാൽ അവർ മുശ്രിക്കുകൾ തിരിച്ചയക്കണ്ട, മുശ്രിക്കുകൾ പിടിച്ചു വെച്ചോട്ടെ. എന്നാൽ തിരിച്ച് മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മുസ്ലിമായി മദീനയിലേക്ക് വന്നാൽ അവനെ പിടിച്ചു വെക്കാൻ പാടില്ല, അങ്ങോട്ട് അയക്കും വേണം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂറുമാറി മുശ്രിക്കുകളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ അവന് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏർക്ക് വേണമെങ്കിലും വരാം. എന്നാൽ തിരിച്ചുപെടുന്ന ഒരു മുശ്രിക്കായ മനുഷ്യർ മുസ്ലിമായിട്ട് അങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ആ സ്വാതന്ത്ര്യമല്ല, ഇനി സ്വീകരിക്കാൻ പാടില്ല, ഇങ്ങോട്ട് തിരിച്ചയക്കണം. എന്താ ഇപ്പൊ കരാറൊക്കെ കേട്ടാൽ നമ്മളുണ്ട്, നമുക്കിനെ ദഹിക്കുന്നില്ല എന്ന് കേട്ടാല്. അപ്പോഴാ അതിനൊപ്പിടാൻ മെനക്കെട്ടപ്പെടാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചത്, അലസ്ന അല ഹഖൻ യാ റസൂലല്ലാഹ്, നമ്മള് ഹക്കിനല്ലേ ശരിക്കുള്ളത്? അതെന്താ ഉമറെ എങ്ങനെ? പിന്നെ എന്തിനീ അധമത്വത്തിന് സമ്മതിച്ചു കൊടുക്കണം പ്രവാചകരെ? എന്തിനിതിന്? അതാണ് സഹിക്കുന്നില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു സമാധാനം ഉണ്ടാക്കുന്നതിന്. അതിനേക്കാളും നല്ലത് എന്തെങ്കിലും ചെയ്യുന്നതല്ലേ എന്നൊരു ചിന്തയിലാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഖൈറാണ് ഉമർ, അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പക്ഷെ ആ ബോധമുണ്ടല്ലോ, ആ ബോധം തലയിൽ ഉറച്ചൊരു മനുഷ്യണ്ടല്ലോ, അയാൾക്ക് ലോകത്തൊന്നും ഭയം ഉണ്ടാവില്ല, ഒന്നും. സഹാബികൾ എന്തെങ്കിലും ലോകത്തെ ശക്തികളെ ഭയപ്പെട്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ ഏതോ മരത്തിന്റെ ചുറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിന്റെ ചുറ്റും ചുറ്റിത്തിരിയുന്നുണ്ടാവും. സത്യം.
അവരല്ലാഹനെ അല്ലാതെ ഒന്നിനെയും ഭയപ്പെടാതെ ഉള്ള സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകം ഒന്നായി പരന്നതുകൊണ്ട് നമ്മളൊക്കെ ഖുർആന്റെ ആൾക്കാർ ഇതിന്റെ ആൾക്കാരുമായി. സത്യം അതല്ലേ? അവരന്ന് ഭവിഷ്യത്തുകളെ പറ്റി ആലോചിച്ചിട്ട് കോഴിക്കോട്ടും കൊടുങ്ങല്ലൂരും വരിക. എന്തിനാ വന്നത്? കച്ചവടത്തിനല്ല. ഞങ്ങൾക്ക് ഒരു വിശ്വാസത്തെ പറ്റി പ്രചരിപ്പിക്കണം. ആരോട്? ഞങ്ങളെ കൂട്ടരോടല്ല, ഈ നാട്ടിലുള്ള ആൾക്കാരോട്. നിങ്ങളെ ഭാഷ മലയാളം, ഞങ്ങളെ ഭാഷ അറബി. എങ്ങനെയായിരിക്കും റബ്ബുൽ ആലമീനായ നാഥ ആ സഹാബികളും താബിയങ്ങളും ഈ ആശയം ഈ ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവുക? എന്തൊരു ത്യാഗം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒന്നുകിൽ അവർ മലയാളം പഠിക്കണം, അല്ലെങ്കിൽ ഈ ആളുകളെ കൊണ്ട് അറബി മനസ്സിലാക്കിക്കണം, അല്ലെങ്കിൽ ആംഗ്യ ഭാഷ എല്ലാം കൂടി ആയി തീർക്കണല്ലോ. സാഹസം ആലോചിച്ച്. എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞെന്താ? കച്ചവടക്കാര്യങ്ങളല്ല, അവർ ചെയ്തു വരുന്ന വിശ്വാസ ആചാരങ്ങളെ എതിർക്കുകയാണ്. ഇതൊക്കെ മാറ്റണം എന്ന് പറയുന്നൊരു ത്യാഗം. ആ മാർഗത്തിൽ ഒരുപക്ഷെ എന്താ ഉണ്ടാവുക? മരിക്കും. സാരല്ല, അത് ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. തിരിച്ചെത്തുമോ? ഒരു ഉറപ്പുമില്ല. എവിടെയാ ഖബറ്? ലോകത്തിന്റെ എവിടെയെങ്കിലും. ഇനി മഹ്ശറയിൽ വരല്ലോ, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, തിരിച്ചു വരുമ്പോൾ പിറകെ കുറെ ആളുകളുണ്ടാവും. കുറെ ആളുകൾ. അതാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിനെ ഈ സിറിയൻ പേർഷ്യയുടെ ഭാഗത്തേക്കുള്ള പടയോട്ടത്തിന്റെ ഭാഗത്ത് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രായമുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിനെ അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഹിജ്റ കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചു. അപ്പൊ അദ്ദേഹം യോദ്ധാവായിട്ട് വരികയാണ് ഈ ദൌത്യവുമായിട്ട്. കൂട്ടത്തിൽ വഴി വെച്ച് അസുഖമായിട്ട് ഈ ഏറ്റുമുട്ടൽ വേണ്ടി വന്നത് പ്രബോധനത്തെ അവർ തടഞ്ഞപ്പോഴാണ്. പക്ഷെ അദ്ദേഹം മരണപ്പെടാറായപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നമ്മുടെ രാജ്യമല്ലേ, മുസ്ലിങ്ങളുടെ പ്രദേശമല്ലേ, ഇവിടെ മറമാടണ്ട, അതിർത്തി കടന്ന് അപ്പുറത്ത് സന്ദർഭം കിട്ടുമ്പോൾ മറമാടിയാൽ മതി. എന്തിനാ അങ്ങനെ? അല്ല, നാളെ ഞാൻ അവരുടെ കൂടെ മഹ്ശറയിൽ എത്തണം എന്ന് എന്റെ ആഗ്രഹം. അവരെ കൂടെ എന്നുവെച്ചാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പ്. ഈ പ്രദേശങ്ങൾ ഇസ്ലാമിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ്, ഒരു സംശയമില്ല. അപ്പോ ഞാൻ വന്നത് ഇവരിൽ ഈ ദൌത്യം എത്തിക്കാനല്ലേ, അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിച്ചെന്ന് വരും. അതുകൊണ്ട് മുസ്ലിങ്ങളെ കൂട്ടത്തിലല്ല, ഇപ്പൊ മുസ്ലിങ്ങളായ കൂട്ടത്തിലല്ല, ഇനി അടുത്ത ഭാവിയിൽ മുസ്ലിങ്ങളാവാൻ പോകുന്ന ഈ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ മറമാടുക, ഞാൻ അവരുടെ കൂടെ നാളെ മഹ്ശറയിൽ വരട്ടെ. അപ്പൊ ആ ഒരു ബോധമുണ്ടല്ലോ, ചിന്ത. അതെപ്പോഴാ നമ്മൾക്ക് സംഭവിച്ച എന്താ പറഞ്ഞാൽ, ആരാണ്ടൊക്കെയോ പറഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും പീഡിപ്പിച്ചും ഉണ്ടാക്കിയ ഒരുതരം മനസ്സ് മടുത്തൊരവസ്ഥ. അനങ്ങിയ പേടിപ്പിക്കുമല്ലോ നമ്മള്. കുട്ടികളെ പേടിപ്പിക്കും, നമ്മളെ പേടിപ്പിക്കും, എല്ലാവരും പേടിപ്പിക്കും. എന്തിനൊക്കെയെന്നറിയോ? സാധാ പോലീസുകാരനെ പേടിക്കുമല്ലോ നമ്മള്. ആലോചിച്ച് നമ്മളെ മനസ്സാലോചിച്ച് നമ്മളെ പെണ്ണുങ്ങളെ, നമ്മളെ കുട്ടികളെ, നമ്മളൊക്കെ മനസ്സ് ഒരു ഈർക്കിൽ പോലത്തെ പോലീസുകാരനെ വന്നാൽ നേരം പേടിക്കും. എന്താടാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഞാൻ അവിടെ കിടന്ന് എന്തിനാ ഏടാന്ന് എന്തിനാ എന്നെ വിളിച്ചത്? എന്താന്ന് ചോദിച്ചാൽ നീ ഒരു ഉദ്യോഗസ്ഥൻ, ഞാനും അതേമാതിരി സർക്കാരിന്റെ വേറെ ഉദ്യോഗസ്ഥനാ അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരു നാടൻ മനുഷ്യനാ, നീ എന്തിനാ വിളിക്കണം? അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഈ ഭീതി അങ്ങ് കയറി കൂടിയിട്ട് പറയാനുള്ള കാര്യങ്ങളും പറയില്ല, ഒന്നും പറയില്ല. പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിച്ചാൽ അത് സാരമില്ലാത്ത മാതിരി, കേൾക്കാത്ത മാതിരി നിൽക്കും നമ്മളെ ആളുകളെ. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്താ ഇതൊക്കെ ഓരോന്നിനെ പറ്റിയുള്ള ഭീരുത്വം, പേടി? അതില്ല. നാം പോകുന്ന വഴി സത്യത്തിന്റേതും നേരിന്റേതും യഥാർത്ഥ മാർഗവുമാണ് എന്നുറപ്പുണ്ടെങ്കിൽ അവിടെ നാം ധിക്കാരം കാണിക്കുമെന്നർത്ഥത്തിനല്ല, വിനയാന്വിതരാണ്. പക്ഷേ നമ്മുടെ വശത്തുള്ള ഒരു ഉറപ്പൊരു ശക്തി മറ്റൊന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി മാറും. അതേമാതിരി തന്നെ മറ്റൊരു ഘടകം കൂടിയുണ്ട്, അനുകരിക്കാനുള്ളൊരു ബദ്ധപ്പാടുണ്ടാവില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യുക? ഓരോ ആഘോഷങ്ങളും ചടങ്ങുകളും സമയവും അത് ദീനിയായിട്ട് ഹറാമെന്ന് വിധി പറയാൻ പറ്റില്ല. ഒറ്റവാക്കുകൊണ്ട് പലതിനെപ്പറ്റി, ഞാൻ മതവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്, വിദേഹത്തുകളെ പറ്റിയല്ല. പല ആചാരക്രമങ്ങളും ചുറ്റുപാടുകളും നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടല്ലോ. ഇസ്ലാമിന്റേതാണെന്ന് പറഞ്ഞോ അത് അല്ല, പിന്നെ അന്യ സമുദായങ്ങൾ നടത്തുന്നതാണ്. പിന്നെ അത് നമ്മൾ പകർത്തി എന്തിന്? അതൊരു സ്റ്റാറ്റസിന്റെയൊക്കെ അടയാളമൊക്കെ ആയിരുന്നു ഇങ്ങനെ തോന്നുന്നു നമുക്ക്. നമ്മളെടുത്തുള്ള പോരായ്മയാണ് എന്നൊരു തോന്നൽ പൊതുവെ. അത് നമ്മളെ വേഷമായാലും സമ്പ്രദായമായാലും ജീവിത രീതിയായാലും ഒക്കെ മോശമാണ്. എന്നിട്ട് ഇങ്ങനെ പരതി നോക്കുകയാണ് എവിടെ എന്താ ഉള്ളത്, എന്ത് കണ്ടാലും അനുകരിക്കാനുള്ളൊരു ശ്രമമായിട്ട് പോയി. ഒക്കെ തകരാറ് എവിടെ നിന്നാണ്? ഇത് സിറാത്ത് മുസ്തഖീമാണ് എന്നുള്ള ഉറപ്പ് പോയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ സിറാത്ത് മുസ്തഖീമിലാണ്. അതുകൊണ്ട് ഉറപ്പിക്കുക, അള്ള പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസങ്ങളാണ് മനസ്സിലുള്ളതെങ്കിൽ അത് സിറാത്ത് മുസ്തഖീമിന്റെ വിശ്വാസങ്ങളാണ്. അള്ളയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കൽപ്പിച്ച ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാകർമ്മങ്ങളും സ്വഭാവങ്ങളുമാണ് നമ്മളെ പക്കലുള്ളതെങ്കിൽ മനസ്സുറപ്പിച്ചു നിൽക്കുക, ഞാൻ സിറാത്ത് മുസ്തഖീമിലാണ് ഞാൻ നീങ്ങുന്നത്. ആ ഒരു ബോധം ശക്തമായി നിൽക്കുമ്പോൾ ബാക്കി അതിന്റെ പ്രകടനങ്ങൾ ആവശ്യമായ സന്ദർഭത്തിൽ വന്നോളുമെന്നത് സത്യമാണ്. അതാണ് ബനൂ കൈനുക്കായിൽ പോയ ഒരു പെണ്ണിനെ, ഒരു അൻസാരിയത്തായ ഒരു പെണ്ണിനെ ഒരു ജൂതൻ അപമാനിച്ചപ്പോ, ജൂതന്മാരുടെ ചന്തയാണത്,
ജൂതന്മാരാണ് നിറയുള്ളത് അവിടെ വെച്ചാൽ അൻസാരി പെണ്ണ് അവഹേളിക്കപ്പെടുകയാണ്. ആ സമയത്ത് അരികത്ത് നിന്ന് അൻസാരി സഹാബിക്ക് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഇത് ഒരിക്കലേ നീ ചെയ്യാവൂ. ആ ജൂതനെ കൊന്നു. അങ്ങനെ കൊല്ലാമോ? അത് വേണമെന്നാണ്. അത് ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിന് അവർ അന്തസ് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയൊക്കെ പഴി പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തെ അവർ വെട്ടിക്കൊന്നു, തിരിച്ചു കൊന്നു. സാരല്ല, അദ്ദേഹം സമാധാനത്തോടെ മരിച്ചു. കാരണം അദ്ദേഹം ഒരാളേ ഉള്ളൂ, അദ്ദേഹത്തിന് കഴിയില്ല അവിടെ എതിർത്ത് നിൽക്കാൻ. ഒരാളേ ഉള്ളൂ, ഒരിക്കൽ മാത്രം. ആ ഒന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് കൂടിയാലോചിക്കട്ടെ, ചിന്തിക്കട്ടെ. സൈനബ ബിൻത് അബീ താലിബ് ആണെന്നാണ് എന്റെ ഓർമ്മ. ഖന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് കിടങ്ങ് കയറിയിട്ടുണ്ട്. ഇതാണ് അല്ല കഴിഞ്ഞാൽ ഭൂമിയിലുള്ള അവലംബം ഇതാണ്. ഇതിട്ട് കടക്കൂല എന്നുള്ള സമാധാനത്തിൽ പോലും നിൽക്കണേ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീകളെല്ലാം കൂടി എന്ത് ചെയ്തു എന്ന് പറയാം. ഖന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് സഖ്യകക്ഷികൾ ഒന്നായിട്ട് കൂടി വന്നപ്പോ അവരെ സംരക്ഷിക്കാൻ പാടാണല്ലോ. അവരൊരു പ്രത്യേക വീട്ടിൽ, ഒരു വലിയ വീട്ടിൽ എല്ലാ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ അവരാക്കിയിട്ട് കുറച്ച് സഹാബികൾ അവിടെ കാവലേൽപ്പിച്ചു. എന്നാ വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളും എന്നുള്ള ബേജാറ് നിൽക്കണ്ടല്ലോ. ഓല് സുരക്ഷിതരാണ്, യുദ്ധമുഖത്ത് ശരിക്കും ശ്രദ്ധിക്കാലോ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ. അപ്പൊ സന്ധ്യയാകുന്ന ഒരു സമയത്ത്, മഗ്‌രിബിന്റെ സമയത്ത് ഈ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തുനിന്ന് സൈനബ റളിയല്ലാഹു കാണാണ് ഒരുത്തനിങ്ങനെ, പരിചയമില്ലാത്ത ഒരുത്തൻ, ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ആള് ഈ ഖന്തക്കിന്റെ ഈ കിടങ്ങിന്റെ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുകയാണ് അവര്. അപ്പൊ അവർക്ക് അത്ര പന്തിയായി തോന്നിയില്ല. അവര് ഒന്ന് പുറത്തിറങ്ങിയാൽ നോക്കിയിട്ട് അപ്പൊ ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹു കവിയാണ്, സഹാബിയാണ്, മഹാനായ സഹാബിയാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു വരും. അദ്ദേഹത്തോട് പറഞ്ഞു, ഹസ്സാനെ, ആ മനുഷ്യനെ കണ്ട അത്ര ലക്ഷണം അത്ര സുഖമില്ലല്ലോ, ഒന്ന് ശ്രദ്ധിക്കുക ഹസ്സാൻ. ഹസ്സാൻ പറഞ്ഞു, എനിക്ക് അതിനെ കൊണ്ടൊന്നും ആവില്ല. ഇപ്പൊ എന്റെ അത്ര താല്പര്യം കാണിച്ചില്ല ഈ കാര്യത്തിൽ. ഓരോ സമയമാണല്ലോ ആളുകൾക്ക്, അത്ര ശ്രദ്ധ പോയില്ല. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഹസ്സാൻ അതിൽ വാളില്ലേ? എന്നാ വാളുക നിൽക്കുക. ആ വാളുക എന്ത് മദീന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇയാൾ പിന്തുടർന്നു. അപ്പോൾ അയാൾ ശത്രുക്കളുടെ ചാരനായിരുന്നു. ഈ കിടങ്ങ് ഇപ്പൊ ഇവര് കീറുണ്ടാക്കി കിടങ്ങല്ലേ, അതെല്ലായിടത്തും ഒരേ ആഴൊന്നുമില്ലല്ലോ. അപ്പൊ ഏത് ഭാഗത്തുകൂടെ വന്നാലാണ് നാളെ പകല് ശത്രു സൈന്യത്തിന് ഇങ്ങോട്ട് കടക്കാൻ പറ്റുക എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ചാരനായിരുന്നു. ആ സ്ത്രീ ആ മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം പറഞ്ഞു, പ്രവാചകരെ, ഹസ്സാൻ ചെയ്ത പണിയാക്കണം, നിങ്ങൾക്ക് ഇത്രമാത്രം ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ ഒരു ഇത് നടത്താൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂട്ടാക്കില്ല. നീയോ? പിന്നെ വേറെ ആരുമില്ല, കാത്തിക്കാൻ നേരമില്ല, ഞാനേ നടപ്പിൽ വരുത്തി വേറെ എന്ത് ചെയ്യാനാണ്? എന്തേ ഈ സ്ത്രീയെ ചലിപ്പിക്കുന്ന ബോധം? അതാ നമ്മൾ ചിന്തിക്കാനുള്ളത്. എന്തേ നമ്മുടെ ആണുങ്ങൾക്ക് വരെ ലഭിക്കാത്ത ഒരു ധൈര്യത്തിന്റെ ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ലഭിച്ചു എന്ന് പറയുമ്പോ അതിതാണ്. ആ ഒരു ബോധമുണ്ടല്ലോ മനസ്സിലുണ്ടായിത്തീർന്ന, ആവശ്യം വരുമ്പോൾ അത് പ്രകടമായിക്കോളൂന്ന് പറയാനുള്ള കാരണം ഞാനതാണ്. അലാ സിറാത്ത് മുസ്തഖീമിനാണ് നമ്മൾ എന്നുള്ള സമാധാനം. ബാക്കി തൻസീൽ അൽ അസീസ് റഹീം. തൻസീൽ അവതരണം എന്ന വാക്കിന്റെ അർത്ഥം അവതരിപ്പിക്കുന്നത്, അവതരണം, തൻസീൽ. അൽ അസീസ് പ്രതാപവാന്റെ, അർ റഹീം കാരുണ്യവാന്റെ. കാരുണ്യവാനും പ്രതാപവാനുമായ നാഥനിൽ നിന്ന് അവതരിക്കുന്നതാണ് ഇത് എന്നുള്ള വാക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ആ ആയത്തുകളുടെ ബന്ധം കൊണ്ട്. തൻസീൽ അൽ അസീസ് റഹീം, കാരുണ്യവാനും പ്രതാപവാനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെടുന്നതാണിത്. അപ്പൊ ഖുർആൻ ഒരു വലിയ കാരുണ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ ഇല്ല നമ്മൾ ആരെ കൂടെ ഉണ്ടാവുക പറയാൻ കഴിയില്ല. എന്തിന്റെ കൂടെ ഉണ്ടാവുക? അതാ അള്ളാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കാരുണ്യമാണ്, വലിയൊരു ദയാണല്ലോ കാണിച്ചത്. പിന്നെ ആ നിയമങ്ങൾ അവതരിപ്പിച്ച ആ നിയമങ്ങൾ പഠിച്ചാലറിയാം, ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ പഠിച്ചാലറിയാം ഇസ്സത്തുള്ള അസീസായ നാഥന്റേതാണ് ആ വാക്കുകൾ. ഓക്കെ. ലി തുൻസിറ, എന്തിനാണ് ഈ വിശുദ്ധ ഖുർആൻ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത്? ലി തുൻസിറ, താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ഖൗമൻ, ഒരു ജനതക്ക്. മാ ഉൻസിറ, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു ജനതക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണിത്. അതുകൊണ്ട് ഫഹും ഗാഫിലൂൻ, അവരൊക്കെയും അശ്രദ്ധയിലാണ്. അൻസറ എന്നുള്ള വാക്ക് അറിയുന്ന വാക്കാണ് മുന്നറിയിപ്പ് നൽകുക, താക്കീത് നൽകുക. അബ്, ഉപ്പ, അതിന്റെ ബഹുജനാണ് ആബാ, പിതാക്കന്മാർ. ഗാഫില് മലയാള വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ്റെ ഓഫലത്ത് എന്നുള്ള വാക്ക് അശ്രദ്ധ. ഓഫിലിന് അവർ അശ്രദ്ധയിലാണ്. അപ്പൊ മക്കാർ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിച്ച വാക്ക് ഈ ജനതയില്ലേ, ഇവരുടെ പിതാക്കന്മാർക്ക് ഇത്തരം ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ല. പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണ് താങ്കൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത് എന്ന്.
ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മക്കയിൽ ഉണ്ടായി എന്നതിന് വ്യക്തമായ ഖുർആന്റെ രേഖകളുണ്ട്. പിന്നീട് അവിടെ ഒരു പ്രവാചകൻ കടന്നു വന്നെന്നോ ഒരു പ്രബോധന പ്രവർത്തനം നടന്നിയെന്നോ സ്ഥാപിക്കാവുന്ന രേഖകളില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജ് നിർബന്ധമാക്കിയ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ അള്ളാഹു നിർബന്ധമാക്കിയ സ്ഥിതിക്ക് പിൽക്കാല അമ്പിയാക്കന്മാർ അലൈഹിസ്സലാം ഹജ്ജ് കർമ്മത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവണം എന്ന് ഞാൻ പറയാൻ കാരണം, ഉണ്ട് എന്ന് സൂചിപ്പിക്കാവുന്ന ചില ഹദീസുകളുണ്ട് ചില നബിമാരെ പറ്റി. എല്ലാവരെ പറ്റി എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ സ്വാഭാവികമാണത് ഉണ്ടാവും. അപ്പൊ ആ നിലയ്ക്ക് നബിമാർ വരികയും കടന്നു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം മക്കയിൽ. ഒരു നബി പ്രത്യേകമായി മക്കക്കാർക്ക് നിയോഗിക്കപ്പെട്ടു എന്ന് പറയാവുന്ന രേഖകളൊന്നും കാണാനില്ല. അതാണ് മക്കക്കാരെ പറ്റി പറഞ്ഞ പരാമർശം. ഇവരുടെ പൂർവിക പിതാക്കന്മാർക്ക് ഇപ്പൊ താമസിക്കുന്ന മക്കയിലെ ആളുകളുടെ പൂർവ്വ തലമുറക്ക് ഒരു ദൂതൻ വന്നിട്ടില്ല. അപ്പൊ മുമ്പൊരു ദൂതൻ വന്നിട്ടില്ലാത്ത ഈ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് താങ്കളെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത്. എന്താ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്? ഓഫിലുൻ അശ്രദ്ധരാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമുക്കെന്താ പഠിക്കാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഉത്തരവാദിത്വം മുന്നറിയിപ്പാണ്. സന്തോഷ വാർത്ത, മുന്നറിയിപ്പ്, രണ്ട് ജോലിയാണ് അമ്പിയാക്കന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്യാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അതിൽ സന്തോഷ വാർത്തക്കും പ്രാധാന്യം കൊടുത്തത് മുന്നറിയിപ്പിന്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ സഫ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് സംസാരിച്ച ആദ്യത്തെ സംസാരം, ഈ കുന്നിന്റെ അപ്പുറത്തുനിന്ന് ഒരു സൈന്യം വന്നാൽ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എങ്കിൽ നാളെ വരാനിരിക്കുന്ന അള്ളാന്റെ ഒരു പരലോകത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതാണ്. എന്നിട്ട് ആ കൂട്ടത്തിൽ നന്മകൾക്കുള്ള സന്തോഷ വാർത്തയെ മറിച്ചു. അപ്പൊ അതാണ് മനുഷ്യർക്ക് ഒരു താക്കീത് മുന്നറിയിപ്പ് മനുഷ്യർക്ക് ആവശ്യമാണ്. ഈ മനുഷ്യന്റെ സൃഷ്ടി അതായതുകൊണ്ട്. എന്താ കാരണം? ഈ ഭൂമിയിൽ ഒരു സാധനം ഈ പ്രപഞ്ചത്തെ കേടെടുത്തൂലല്ലോ. ഈ അനീതി, അന്യായം എന്നൊക്കെ പറയുന്നവ ജീവികളുടെയും ജന്തുക്കളുടെയും ലോകത്തൊക്കെ കുറവാ. അല്ല, ഇല്ലാന്ന് തന്നെ പറയണം. അവക്കൊക്കെ പ്രത്യേക ചില സന്ദർഭങ്ങളോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ചില ചിത്രങ്ങൾ കാണാറുണ്ട്. സിംഹത്തിന്റെ അരികത്തൊക്കെ മാനൊക്കെ വന്ന് കിടക്കുന്ന, അരികത്ത് തന്നെ അധികം ദൂരെയല്ലാതെ ഉണ്ടല്ലോ. കഥയല്ലല്ലോ അത്, കഥാപുസ്തകത്തിലെ സംഭവമല്ല, ശരിക്കുള്ള ചിത്രങ്ങളാ. കാഴ്ച ബംഗ്ലാവിലല്ല, ശരിക്ക് തന്നെ. എന്തേത്? വിശപ്പൊന്നുമില്ല, വിശന്നിട്ടുമില്ല, അത്യാവശ്യം തിന്നാളുള്ള അപ്പുറത്ത് ഇന്നലെ തിന്നതിന്റെ ബാക്കിയുണ്ട്. എന്നാ പിന്നെ ഇപ്പം മാനിനെ അറക്കണ്ടേയില്ല എന്നാണ് സിംഹത്തിന്റെ തീരുമാനം. മാത്രമേ എനിക്കെപ്പോ വേണമെങ്കിലും അറക്കും ചെയ്യാലോ, തിന്നും ചെയ്യാലോ, പിടിക്കും ചെയ്യാലോ. അതാ ആ ഒരു ബോധമുണ്ട് അതിന്. ഞാൻ കഥ പറയലല്ലോ, സത്യമല്ലേ ഇത്? അതാണ് ആ ജന്തുക്കളുടെ ലോകം. അതാണ്. അവ മുഴുവൻ അക്രമത്തിന്റെ ഇത് മാത്രമല്ല. പക്ഷെ മനുഷ്യൻ അതുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ ഒരു നിയന്ത്രണം ആ മനുഷ്യന് ലഭിക്കാതെ പോയെങ്കിൽ എന്തെല്ലാം ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ വർത്തമാനകാലത്ത് ഞാനത് വെറുതെ ഖുർആനായിട്ട് ബന്ധിപ്പിക്കുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? തെറ്റുകാരനാണെന്ന് തെളിയിക്കാനുള്ള തെളിവില്ലാതെ ഏതെങ്കിലും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടാറുണ്ടോ? ലോകനീതിയിൽ എന്ത് ലോകനീതിയെപ്പറ്റിയായി സംസാരിക്കുന്നത്? ഒരു വ്യക്തിയെ നമുക്ക് ക്രൂശിക്കാം, കൊല്ലാം, ശിക്ഷിക്കാം, എന്ത് വേണേലും ചെയ്യാം. അയാൾ കുറ്റവാളിയാണെന്നതിന്റെ കുറ്റപത്രം നൽകേണ്ട അയാൾക്ക്. ഇതാ തെളിവുകൾ. എന്നിട്ട് ആ കുറ്റവാളിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സന്മനസ് ശിക്ഷ നടപ്പിലാക്കുന്നവൻ കേൾക്കണ്ടേ? അതല്ലേ ന്യായം? എനിക്കിന്നത് പറയാനുണ്ട്, നിങ്ങൾ എന്നിനെതിരെ സ്ഥാപിച്ച തെളിവുകൾ നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഇന്നതാണ്, ഞാനതുകൊണ്ട് നിരപരാധിയാണ്, ഞാൻ കുറ്റവാളിയാണ്. അതല്ലേ ഇത്? കുറ്റവാളികളോട് സംസാരിക്കാനോ, കുറ്റവാളി എന്ന് വെറുതെ ആരോപിക്കാം, എന്നിട്ട് ആ കുറ്റവാളിയാണെന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ ഞങ്ങളോട് ചോദിക്കേ വേണ്ടാന്ന്, സംസാരിക്കാൻ യാതൊരു സംസാരത്തിനും തയ്യാറല്ല. എന്നിട്ട് അതിന്റെ മുന്നിൽ ലോകത്തെ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന അധികാര കസേരകൾ കൈയാളുന്ന ആളുകൾ മുഴുവൻ ഓച്ചാനിച്ച് നിൽക്കുക. ഇതിനേക്കാളും വലിയൊരു അടിമത്വമുണ്ടോ ഇവർ മനുഷ്യർക്ക്? തന്റെ ഇടത്തോടെ തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറയാനല്ലേ ഇവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം നൽകിയത്? എന്നിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആണത്തമില്ലാഞ്ഞിട്ട് അങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന രംഗം കണ്ടില്ല നിങ്ങൾ? അറിയാതെ ലൂത്ത് നബി അലൈഹി സ്വലാം ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് തോന്നില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാം ചോദിച്ചു, ആ ജനങ്ങളെ കളി കണ്ടപ്പോ, അലൈസ മിൻകുർ റജുലുർ റഷീദ്, ഒരു വിവേകമുള്ള മനുഷ്യനെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഇല്ല കൂട്ടരെയെന്ന്. ഈ ലോകത്തൊന്നായിട്ട് ചോദിക്കാൻ തോന്നുന്നു. ഈ നിൽക്കണ ഈ കസേലയേറ്റ് നിങ്ങളെ കുപ്പായും വലുപ്പമൊക്കെ കണ്ടാല്, ലോകത്തുള്ള ഇവരൊക്കെ നടക്കുന്നത് കണ്ടാല് എന്തോ ബുദ്ധിരാക്ഷസന്മാരാന്ന് തോന്നും. ഒരു വിവേകമുള്ള മനുഷ്യൻ കുറ്റവാളിയാണ് ലോകനീതിയുടെ മുമ്പിലെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ അതിൻ്റെതായ ഒരു മാർഗവും രീതിയുമില്ലേ? അത് പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത് മനുഷ്യന് മാത്രമേ ഇങ്ങനെ ഒരു ധിക്കാരം ചെയ്യാൻ പറ്റൂ, പിന്നെ അതിക്രമങ്ങളുടെ ഭാഗത്തേക്ക് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ നിയോഗിക്കുകയും
കാലാകാലങ്ങളിൽ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തത്. ഖുർആൻ ആ തത്വം എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ലോകത്തെ ഒരു ജീവിയും ഒരു ഈ പ്രകൃതിയെ കേടുവരുത്തി നിങ്ങൾക്കറിയാം. പ്രപഞ്ചത്തിലെ ഒരു സാധനത്തെയും മനുഷ്യനല്ലാതെ വേറെ ആരും കേടുവരുത്തില്ല. ബാക്കിയുള്ളവരൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ തുലനം പാലിച്ചുകൊണ്ട് പോവാന്നുള്ളതല്ലാതെ. അപ്പൊ അതാണ് അതിന്റെ ആശയവും തത്വവും. പിന്നെ എന്തേ മക്കൈക്കാരെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അതൊരു പ്രത്യേക ഒരുക്കലാണ് റബ്ബിന്റെ. എങ്ങനെ ഒരുക്കുക? അവസാന കാലത്ത് വരാൻ പോകുന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് മക്കയിൽ എന്ന പ്രദേശത്തെയും മക്കയിലെ ജനങ്ങളെയും ഒരുക്കി നിർത്തി എന്നിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. നിറയെ കുന്നുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം, അതിനിടയിൽ അല്പം സമതലം, അവിടെ ഒരു പള്ളി, ഒരു കഅബ, ഒരു ദേവാലയം. ആ തവാഫിന് വേണ്ടിടത്തോളമുള്ള കുറച്ച് സൗകര്യമൊക്കെ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കയറ്റം തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റങ്ങളാണ്. പിന്നെ അവിടെ ഒരു കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക് അന്തസ്സ് വരാവുന്ന വിധത്തിൽ മണ്ണിൽ എന്തൊക്കെയോ അള്ളാഹു ഒരുക്കി വെച്ചു, പെട്രോളൊക്കെ ആയിട്ട്. ഇനി എന്തോ ഉണ്ടോ അള്ളാഹു ആലം. പക്ഷെ സാധാരണഗതിയിൽ ഒരു പടയോട്ടം നടത്തുന്ന ഒരു യോദ്ധാവിന് ഒരു താല്പര്യവും തോന്നാത്തൊരു തരം മൊട്ട പ്രദേശം. അതുകൊണ്ട് ഈ ലോകത്ത് അതിക്രമങ്ങൾ നടത്തി പടയോട്ടം നടത്തി ആരും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. എന്തിനിത്രയധികം മരുഭൂമി ഓടിത്താണ്ടി പോയിട്ട് സംസം വെള്ളം കുടിക്കാനോ കുറെ ഈത്തപ്പഴം കിട്ടാനോ? ഈത്തപ്പഴം ഇല്ല ആവശ്യത്തിന് അവർ മക്കയിൽ. അതുകൊണ്ട് ആ ഭാഗം ഒരുതരം സുരക്ഷിത മേഖലയായിട്ട് അങ്ങനെ കടന്നു. എന്നാൽ അതേസമയം ലോകത്തെപ്പറ്റി വിവരമില്ലാത്തവരാണോ അവർ? അല്ല. കൊല്ലം ഒരു ആഘോഷം നടന്നു, ഒരു ആരാധനാകർമ്മം ഹജ്ജ്. ലോകത്തിന്റെ വ്യത്യസ്ത സംസ്കാരങ്ങൾ അവിടെ വന്നു ചേർന്നു. അവർക്കറിയാം ഈ സ്ഥലങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയെപ്പറ്റി അറിയാം. എന്നിട്ട് അവര് കവിത പാടുമ്പോൾ പറഞ്ഞു, എന്റെ കാമുകി എന്നെ വിട്ടേച്ചു പോയി, പിന്നെ അവിടെ ആ വിജനമായ അവൾ പണ്ട് താമസിച്ചിരുന്ന വീട്ടിന്റെ മുറ്റത്ത് പിന്നെ കാട്ടുമാനുകളൊക്കെ ഓടി നടന്നിട്ട് അവ കാഷ്ടിച്ചിരിക്കുന്നു നിറയെ ഏതാണ്ട് കറുത്ത കുരുമുളക് മണികൾ പോലെ. ഈ കുരുമുളക് ഇവിടെ ഇവിടെയില്ല. ഇന്ത്യന്റെ സംഭാവന, കേരളത്തിന്റെ സംഭാവന. പഴയ കവിതയാണിത്. ഇന്ത്യയുടെയും ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളെ പറ്റിയൊക്കെ ഇഷ്ടം പോലെ പരാമർശങ്ങൾ. അവർക്കറിയാം ലോകത്ത് എന്തൊക്കെയുണ്ട്, ഏതെല്ലാം സംഭവങ്ങളുണ്ട്. എന്നിട്ട് യമനിന്റെ ഭാഗത്ത് കുറെ ക്രിസ്ത്യാനികളെ കുറെ നിറച്ചു വെച്ചു, അവിടെയും ആ നജറാന്റെ ഭാഗത്തൊക്കെ. മദീനയിൽ കൊണ്ടുപോയിട്ട് കുറെ ജൂതന്മാരെയൊക്കെ ഒരുക്കി നിർത്തി, മക്കയിൽ കുറെ മുശ്രിക്കുകളെയും നിർത്തി. ഇതല്ലേ മൂന്നും ലോകത്തുണ്ടാവും. ഒന്നുകിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ജൂതൻ, അല്ലെങ്കിൽ മറ്റ് ബൗദ്ധവിശ്വാസികളായ ആളുകൾ. ഇതിന്റെ മൂന്നിന്റെയും സാമ്പിളുകൾ മൂന്ന് ഭാഗത്തും കൊണ്ടുപോയി നിർത്തിയിട്ട് നടുക്കാ പ്രവാചകനെ കൊണ്ട് അയച്ചു. എന്നിട്ട് ആദ്യം മുശ്രിക്കുകളുടെ പ്രബോധനം, ഓലോട് സംസാരിച്ചു. പിന്നെ ക്രിസ്ത്യാനികളോട് സംസാരിച്ചു. കൂട്ടത്തിൽ ഇടയ്ക്ക് വിശദമായി മദീനയിലെത്തിയതിനു ശേഷം പിന്നീട് ശക്തമായി ജൂതന്മാരോട് സംസാരിച്ചു. എന്നിട്ട് ശരിക്കും ജൂതന്മാരെ പറ്റി പഠിപ്പിച്ചതിന്റെ പറഞ്ഞു, കാലാകാലം മനുഷ്യർക്ക് ഇത് ഉപകാരം ഉണ്ടാവുന്നു. ഇത്ര ദുഷ്ടതയുള്ള ഒരു വർഗ്ഗം ലോകത്ത് വേറല്ല. ലോകത്ത് ജൂതന്മാരെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചൊരു കിതാബുമില്ല ഖുർആനല്ലാതെ. അതിന്റെ അത്ഭുതമാണ്. അള്ളാന്റെ സൃഷ്ടിയാണല്ലോ ജൂതന്മാര്. എന്തിനീ ഖുർആൻ ഇത്ര അധികം എന്ന് വിചാരിക്കും. ഇന്നലെ മിനിയാന്ന് ആ സ്ത്രീ പറഞ്ഞു കേട്ടില്ല, എന്റെ മോൻ ചെറിയ കുഞ്ഞ് സ്കൂളിൽ പോയതാ, പോലും പിടിച്ചു കൊണ്ടുപോയത്, എവിടേക്കാ കൊണ്ടുപോയത്, എന്താക്കിയത് പോലും വിവരം കിട്ടുന്നില്ല എനിക്ക്, ഞാനെന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു. നിങ്ങൾ മനുഷ്യന് ദുഷ്ടനാവാറുണ്ട്. പക്ഷെ ആ ദുഷ്ടതയ്ക്ക് ഒരു പരിധിയുണ്ടല്ലോ. ഇതെന്താണ് ഈ ദുഷ്ടത? ഖുർആൻ അവരെ പറ്റിയൊക്കെയുള്ള ആയത്ത് പറഞ്ഞു കേട്ടാൽ നമുക്കൊക്കെ അത്ഭുതം തോന്നില്ല. എന്തിനിങ്ങനെ റബ്ബ് ഇങ്ങനെ പറയുന്നു എന്ന് തോന്നിപ്പോകും. പക്ഷെ പറഞ്ഞത് പോരാന്ന് തോന്നുന്നൊരു സ്വഭാവത്തിൽ അവരെപ്പോഴും ഇവരെ പറ്റി ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ. ഒരിക്കലും മാറാത്തൊരു തരം ശത്രുത, പക. എന്താ അങ്ങോട്ട് വല്ലതും ഉണ്ടോന്ന് അതിന് മാത്രം. എപ്പോഴും ഒരു കൊല്ലമായുള്ള ഇന്തിഫാദ രണ്ടാമത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് മറ്റു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്നിട്ടും തീരാത്തൊരു പക. വെടി നിർത്തിയാൽ നിർത്തുന്നാ പറയുന്നത്. വെടി നിർത്തിയാൽ ഓലെ പിന്നെ ആ രാജ്യം വെട്ടിപ്പിടിക്കുന്ന പണി തുടങ്ങും. അതാണ് നിർത്താൻ വയ്യ. നിർത്തിയില്ലെങ്കിലും അപകടം. ആ ഒരു രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരർത്ഥത്തിൽ എല്ലാ ഒരുക്കങ്ങളും, വ്യത്യസ്ത സമൂഹങ്ങൾക്ക് പ്രബോധനം നടത്താവുന്ന ഒരുക്കങ്ങൾ ഇനിയുമുണ്ട് കുറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളെ പരിശോധിച്ച് നോക്കള്, വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെട്ട ആളുകളാണ്. അപ്പൊ ഒരു ഒരുക്കം അത് നടത്തിയാണ്. ഈ ജനങ്ങൾ അതിന് കൊള്ളുമായിരുന്നു, അതിന് പറ്റുമായിരുന്നു. അതിനാണ് മക്കയിലെ ആളുകളെ അതിനുവേണ്ടി സജ്ജരാക്കി. മറ്റൊരാളോടും കടപ്പാടില്ല അവർക്ക്. ഞങ്ങൾക്കൊരു നേതാവ് അങ്ങനൊന്നുമില്ല. ഒരു കടപ്പാടില്ല, ഒരു മതത്തിനോട് കടപ്പാടില്ല, ഒന്നുമില്ല. അവർ പറയാറ് ഞങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ ആൾക്കാരാണെന്നാ. അതിലപ്പുറം ഒരു കടപ്പാടില്ലാത്ത ഏറെക്കുറെ സ്വതന്ത്രരായ ഒരു ജനത. അവിടെ മുന്നിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. പൂർവിക തലമുറക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്തൊരു ജനതയ്ക്ക്. പിന്നെ ഇനിയത്തെ വാക്കുകൾ എന്താണെന്നറിയോ? ലഖദ് ഹക്കൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുമിനൂൻ തുടങ്ങിയുള്ള വായത്തുകൾ ശ്രദ്ധിക്കാം. ലഖദ് ഹക്കൽ ഖൗലു, വചനം പുലർന്നിരിക്കുന്നു, അലാ അക്സരിഹിം അവരിൽ മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഫഹും ലാ യുമിനൂൻ ഇനി അവർ വിശ്വസിക്കുകയില്ല. ഇന്നാ ജഅൽന തീർച്ചയായും നാം ആക്കിയിട്ടുണ്ട്, ഫി അഗ്നാഖിഹിം അവരുടെ കഴുത്തുകളിൽ അഗ്ലാലൻ വിലങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഹിയ വിലങ്ങുകൾ ഇലൽ അദ്ഖാനി താടിയല്ലുകൾ വരെയുണ്ട്. ഇന്നഹും ഫഹും
മുഖ്മഹൂൻ, അവർ തല ഉയർത്തപ്പെട്ടവരാണ്. ഉജാൽനാമി ബൈനി ഐദിഹിം സദ്ദ, അവരെ പിറകിലും മറയുണ്ട്, അവരെ മുന്നിലും മറയുണ്ട്. മിൻ ഖൽഫിഹിം സദ്ദ, പിറകിലും മറയുണ്ട്. ഫഅഗ്ശൈനാഹും, നാം അവരെ മൂടിയ പോലെയാണ്. ഫഹും ലാ യുബ്സിറൂൻ, അവർക്കൊന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് വസവാഉൻ അലൈഹിം, അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. അൻദർതഹും അം ലം തുൻദിർഹും, മുന്നറിയിപ്പ് നൽകിയാലും സമമാണ്, നൽകിയില്ലെങ്കിലും സമമാണ്. ഫഹും ലം തുൻദിർഹും ഹും ലാ യുമിനൂൻ, അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു മനിത്തബഅ ദിക്റ, ഉത്ബോധനത്തെ പിൻപറ്റുകയും വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ വിധത്തിൽ പടച്ചവനെ പേടിക്കുകയും ചെയ്തവർക്കല്ലേ നീ ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ. ഫബശ്ശിറു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അള്ളാഹുവിന്റെ പാപമോചനവും മഹത്തായ പ്രതിഫലവും അവർക്കുണ്ടെന്ന് നീ അറിയിക്കുകയും ചെയ്തേക്കാം. വിശദീകരണം ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. എന്താ പറയുന്നതെന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ സാരം ഇതാണ്: പ്രവാചകരെ, ഇനി ഇവരിൽ അധികം അധ്വാനിച്ചിട്ട് കാര്യമൊന്നുമില്ല മക്കക്കാര്. അതാണ് ഞാൻ പറഞ്ഞ ആയത്ത് കുറെ കഴിഞ്ഞിട്ടിറങ്ങിയ സൂറത്താണ്. എന്താ, മിക്കവരെ സംബന്ധിച്ചിടത്തോളം തീരുമാനമായി കഴിഞ്ഞു, അവരിനി വിശ്വാസത്തേക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ പറയാൻ പറ്റും ഒരു ജനതയെ പറ്റി? ഇന്നൊരു വരൂല, ഒരു ജനതയിൽ ഇനി അധികം ആൾക്കാരും വരില്ലെങ്കിൽ പിന്നെ അനബിക്കേണ്ട അവിടെ ചെയ്യാനുള്ളത്? അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ അള്ളാഹിന്റെ ഒരു ന്യായവും പറഞ്ഞു. എന്താണെന്നറിയോ അവരവസ്ഥ എങ്ങനെ അറിയല്? അവരെ കഴുത്തിൽ വിലങ്ങുകളുണ്ട്, വിലങ്ങുകൾ. എന്നിട്ട് അത് പിന്നെ കൈകൾ അതിനോട് കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ തല താഴ്ത്താൻ കഴിയില്ല, അവർക്ക് ഇങ്ങനെ തല പൊന്തിച്ചിട്ട് നടക്കാൻ പറ്റുള്ളൂ. അഗലാലി എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് വിലങ്ങുകൾക്കാണ്. കുറ്റവാളികളെയും മറ്റും കെട്ടാൻ വേണ്ടിയിട്ട് കൈകൾ കഴുത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് വിലങ്ങ് വെച്ച് കെട്ടുക. അപ്പൊ ഇങ്ങനെ വെച്ച് കെട്ടിയാല് ഇതിനാണ് അവലാല് പറയാം. ഇങ്ങനെ കെട്ടുന്ന വിലങ്ങുകൾക്കാണ് അവലാൽ എന്ന് അറബി പറയാം. ഇങ്ങനെ കെട്ടി എന്താണ്ടാവുക എന്നറിയത് ശരിക്കും മുറുക്കി കെട്ടിയാല് തല തിരിക്കാനും പറ്റൂല, താഴത്തേക്ക് നോക്കാനും പറ്റൂല, ഇങ്ങനെ നിൽക്കും. അതാ മുക്കുമഹ എന്ന് പറഞ്ഞാൽ തല ഉയർത്തപ്പെട്ടവരെന്ന്. അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളുണ്ട്. ആ വിലങ്ങുകൾ താടിയെല്ലുകൾ വരെ ഒട്ടി നിൽക്കുന്നു. അപ്പൊ കഴുത്തിൽ ശരിക്കും വിലങ്ങുകളുണ്ട്. അതുകൊണ്ട് തല ഉയർത്തപ്പെട്ടവരാണ് അവർ, താഴോട്ട് നോക്കാൻ പറ്റാത്തവരാണ് അവര്. മക്കാരായ സകല മനുഷ്യന്മാരും കഴുത്തിൽ വിലങ്ങുണ്ടെന്ന് അതിന്റെ അർത്ഥം അല്ലല്ലോ. ഇതുപോലത്തെ അവസ്ഥയാണ്, ഇതുപോലത്തെ ഒരവസ്ഥയാണ് അവർക്ക്. തീർന്നില്ല, മുന്നിലും മറ പിന്നിലും മറ, ഒന്നും കാണാൻ കഴിയില്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ പറ്റി സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. ഒരാൾ കഴുത്തിൽ വിലങ്ങുകൾ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരുന്നു, അയാൾക്ക് താഴത്തേക്ക് നോക്കാനും വയ്യ, അങ്ങോട്ട് തിരിക്കാനും വയ്യ. അപ്പുറത്തേക്ക് നോക്കിയിട്ടൊന്നും കാണാനില്ല, മാറയാണ്, ഇപ്പുറത്തേക്ക് മാറയാണ്. ഇങ്ങനത്തെ ഒരു മനുഷ്യനിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഒന്നുമില്ല. അവനാ നിൽക്കുന്നിടത്ത് നിന്ന് തിരിയാന്നല്ലാതെ ഒരു ഫലം അവനെക്കൊണ്ടുണ്ടാവില്ല. ഇന്ന് ഇതേ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു മക്കയിലെ മുശ്രിക്കുകൾ. ഇനി വല്ലാണ്ട് പ്രബോധനം ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഒരു വിശ്വസിക്കാനുള്ള സാധ്യത കുറവാണ്. എന്താ പറഞ്ഞത്? ആ മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനത്തെ കാണിച്ച ഒരു മുഖം തിരിഞ്ഞൊരു അവസ്ഥ ഉണ്ടല്ലോ, ഒരു ശാഠ്യം. കേൾക്കണ്ട, പഠിക്കണ്ട, ചിന്തിക്കണ്ട, ഞങ്ങൾ സത്യത്തിലാണ്, ഞങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല എന്നെല്ലാം കൂടി പറയുന്ന ആ ഗർവിന്റെ അവസ്ഥ, ആ ചിന്തിക്കാൻ തയ്യാറില്ലാത്തൊരവസ്ഥയെ ഖുർആൻ ഓപിച്ചതാണ്. ആമം വെച്ച് കെട്ടിയ മാതിരിണ്ട്, തിരിഞ്ഞു നോക്കൂല, ഒന്നും കാണൂല, ഒന്നും ചിന്തിക്കൂല. മുന്നിലും പിന്നിലും മറ വെച്ച് കെട്ടിയ മാതിരിണ്ട്, ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തൊരു വർഗം. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ പ്രയോഗം നമ്മളെ പറ്റി ആവാതിരിക്കാൻ അള്ളാഹ് തൗഫീഖ് ചെയ്യാൻ ദുആർന്നോ? ശ്രദ്ധിച്ചേക്കുക. എന്ത് ഇത് പലരെ പറ്റിയും സത്യമാണല്ലോ. ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഒരു കാര്യവും പറഞ്ഞാൽ ശ്രദ്ധിക്കൂല, ഒന്നിനെ പറ്റി ആലോചിക്കൂല. ആമം വെച്ച് കെട്ടിയ പോലെ മേലോട്ട് മാത്രം നോക്കാൻ പറ്റുന്ന മാതിരി, തെക്കും വടക്കും അറിയില്ല, മുന്നിലും പിന്നിലും മറയുള്ള മാതിരി ഒന്നും മനസ്സിലാവാത്ത കുറെ മനുഷ്യന്മാർ മുസ്ലിം സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ എന്ന് പറയുമ്പോൾ വിഷമിക്കേണ്ട ഇതാണ്. നമ്മൾ തീരുമാനിക്കുക നമ്മളിതാവരുത് എന്ന്. ആരും നിങ്ങളെ വിശ്വാസം എന്താ ഇങ്ങനെയാ, പക്ഷെ നിങ്ങളാ വിശ്വാസം ശരിയല്ലല്ലോ. എന്ത് എന്ന് ചൂടാവണ്ട, പറഞ്ഞതാ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. അതാ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. വായിക്കുന്ന നമ്മൾ ഇഷ്ടം പോലെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു, പിന്നെ മഹർ ഞാൻ നിയന്ത്രിക്കാൻ. അപ്പോഴേക്കൊരു പെണ്ണ് എഴുന്നേറ്റ് പറഞ്ഞു, മഹർ നിയന്ത്രിക്കാൻ അമീറിന് അധികാരമില്ലല്ലോ, അത് അള്ളാഹ് നൽകിയ അവകാശമല്ലേ പെണ്ണുങ്ങൾക്ക്, ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾ വേണ്ടത് ചെയ്തോളുമോ, നിങ്ങൾ ചെയ്യരുതയില്ല. പിന്നെ ഉമറിന് വേറെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണോ? ശരി. പക്ഷെ പിന്നീട് പറയാൻ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടാണ് ചരിത്രം പറയുന്നു. പക്ഷെ ആ സമയത്തെ സംബന്ധിച്ചത് ഖുർആനെതിരെ ചെയ്തല്ല, ഒന്നുകൂടി ആലോചിക്കേണ്ടിട്ടെന്ന് പറഞ്ഞ് തോന്നിയതായാലും മഹർ നിങ്ങൾ വല്ലാണ്ട് പറഞ്ഞിട്ട് പുരുഷന്മാർ ഇടങ്ങാറാകുന്നു. അത് അള്ളാഹ് ഞങ്ങൾക്ക് നൽകിയൊരു സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾ എന്തിനാ? അത് പെണ്ണാണ്, പെണ്ണിന്റെ ഉപ്പയല്ല. ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ പെണ്ണിന്റെ ഉപ്പ കിടന്ന് കളിക്കുന്നതുകൊണ്ടാണ് ഈ കളി വരുന്നത്. ഇത് പെണ്ണ് പറയുകയാണെങ്കിൽ എത്ര വരില്ല. ആ പെണ്ണിന് ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ അന്വേഷിച്ച ആളോട് ഓള് കുറച്ചു കൊടുക്കാൻ തയ്യാറാ മഹറിന്റെ കാര്യം, നിങ്ങൾക്ക് മഹറിനെ തരണ്ടെന്ന് പറഞ്ഞോളൂ ഓള്. പക്ഷെ ഇവിടെ അത് ഒരു വിലവേശലായി പുരുഷന്മാർ പെണ്ണുങ്ങളുടെ ഉപ്പമാർ കൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു ആ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറാ, ഓക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്നാണ്. ഇതാ നമുക്കുള്ള അവസ്ഥ. യാ അയ്യുഹല്ലദീന ആമനു ആമീനു,
വിശ്വാസികളെ നിങ്ങൾ വിശ്വസിക്കുക. ഖുർആന്റെ ആയത്തത്. വിശ്വാസികളെ പിന്നെ വിശ്വസിക്കാൻ പറഞ്ഞതിനാ? നമ്മൾ കേൾക്കാൻ തയ്യാറാ? നമ്മൾ പാരമ്പര്യമായി അള്ളാഹ് അനുഗ്രഹിച്ചൊരു മതത്തില് മുസ്ലിമായ മാതാവിന്റെയും പിതാവിന്റെയും മക്കളായി വന്നവരാണ്. പക്ഷെ നമ്മൾ സത്യം തിരിച്ചറിയാൻ നമുക്ക് പഠിക്കാൻ കിട്ടിയ സന്ദർഭങ്ങൾ കുറവാണ്, ചിന്തിക്കാനും ആലോചിക്കാനും. അപ്പൊ ആരെങ്കിലും എപ്പോഴെങ്കിലും നാം ചെയ്യുന്ന ഒരു കർമ്മത്തെപ്പറ്റി, നമ്മുടെ ഒരു വിശ്വാസത്തെപ്പറ്റി അതിൽ അബദ്ധങ്ങളോ പോരായ്മകളോ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ധിക്കാരത്തിന് തലമന്തിക്കുന്നതിന് പകരം തല താഴ്ത്തിയിട്ട് പറഞ്ഞിതാ എവിടെയാണ്, ഞാൻ തിരുത്തട്ടെ, നന്നാക്കട്ടെ എന്നൊരു ബോധം. പറഞ്ഞ മുഴുവൻ കേൾക്കണം എന്നല്ല, ചിന്തിക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടല്ലോ. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, ശരിട്ടോ പറഞ്ഞെന്ന് നന്നായി തിരുത്താവുന്നൊരവസ്ഥയ്ക്ക് എത്താം. ഖുർആൻ അവരെ ആക്ഷേപിച്ചത് ഇനി അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ഈ ഒരു അവസ്ഥക്ക് അവർ തയ്യാറാവാത്തത് കൊണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യാം. ഇതാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ചിന്തിക്കാനും പഠിക്കാനും പറഞ്ഞതുകൊണ്ട്. മനസ്സിലായങ്ങൾ? ചിന്തിക്കാനും പഠിക്കാനും. അതാണ് ആ പ്രയോഗം ഖുർആൻ സൂറത്ത് തുടങ്ങുമ്പോഴേ. ഇനി ബാക്കി ഭാഗത്ത് അതൊക്കെ തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് പഠിക്കാനും ചിന്തിക്കാനുമുള്ള പ്രേരണകളും പ്രചോദനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവാൻ കാരണം. ഹദീസുകളുടെ ഈ സൂറത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞ ഹദീസുകളുടെ പിന്നെ ബലാബലത്തെപ്പറ്റി വ്യത്യസ്ത വീക്ഷണ പണ്ഡിതന്മാർക്കുണ്ട്. ഏതായിരുന്നാലും ശരി, ബുദ്ധിയുള്ളൊരു മനുഷ്യന്, ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് ഓതിക്കൊടുക്കാനാ ഖുർആനുള്ളത്. സക്കറാത്ത് കിടക്കണ മനുഷ്യനോട് ഈ കാര്യങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ട് അയാൾക്കോട്ടത് അറിയുന്നുമില്ല. എന്നാ ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണോ അല്ലെന്നാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ, ആ വിഷയത്തിൽ പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അത് മരിച്ചതിന് ശേഷമുള്ള ചൊല്ലിക്കൊടുക്കലല്ല, മരണാസന്നനായ ആൾക്കുള്ള ചൊല്ലിക്കൊടുക്കല. അതുറപ്പാ. ശരിക്ക് ഖുർആനെ പറ്റി ഒരു ബോധമുള്ള ഒരാള് ഈ ലോകത്തോട് യാത്ര പറയാറായ ഒരു സമയത്ത് അയാൾ കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകളും പടച്ചോന്റെ ഈ കലാമുകൾ തന്നെയായിരിക്കുന്നത് സത്യ. അയാൾക്കത് കേൾക്കുമ്പോൾ അതിന്റേതായ ഒരു സുഖം കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോ ആ ചിന്തയും ബുദ്ധിയുമാണ് ഈ സൂറത്തുകളുടെ, ഈ സൂറത്തിന്റെ ഉള്ളിൽ എല്ലായിടത്തും നിറഞ്ഞു കിടക്കുന്നത്. ശ്രദ്ധിക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസവാഉൻ അലൈഹിം മാ അൻസർതഹും അം ലം തുൻസിർഹും ലാ യുമിനൂൻ ഇന്നമാ തുൻസിറു മൻ ഇത്തബഅ الذിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആയത്തുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഓർമ്മക്ക് വേണ്ടി, ബന്ധത്തിന് വേണ്ടി ഒന്നുകൂടി പറയാം. ഇന്നാ ജഅൽനാ, തീർച്ചയായും നാം ആക്കിയിട്ടുണ്ട്, ഫീ അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ, അഗ്ലാലൻ, വിലങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫഹിയ, ആ വിലങ്ങുകൾ, ഇലൽ അദ്ഖാനി, താടിയെല്ലുകൾ വരെയുണ്ട്. ഫഹും മുഖ്മഹൂൻ, അവർ തല ഉയർത്തപ്പെട്ടവരാണ്. ഒനുക്ക് എന്ന വാക്കിന്റെ ബഹുവചനായിട്ടാണ് അറബിയിൽ അഅനാഖ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒനുക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത് എന്നാണ് അർത്ഥം. ഒനുക്ക്, അഅനാഖ് കഴുത്തുകൾ. ഒല്ല്, അഗ്ലാൽ എന്ന് പറഞ്ഞാൽ വിലങ്ങുകൾ എന്നാണ് വാക്കിനർത്ഥം. വിലങ്ങ്, ആമം എന്നൊക്കെയാണ് അഗ്ലാൽ പറയാം. ദുഖന്, അദ്ഖാൻ, താടിയെല്ലുകളാണ്. അദ്ഖാന് താടിയെല്ലുകൾ. മുഖ്മഹ് എന്ന് പറഞ്ഞാൽ സന്ദർഭം കൊണ്ട് മനസ്സിലാക്കുക, തല ഉയർത്തപ്പെട്ടവർ, ഉയർത്തിപ്പിടിപ്പിക്കപ്പെട്ടവർ എന്നാണ്. ഉയർത്തപ്പെട്ടവർ മുഖ്മഹുൻ. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നാ ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, ഫി അഅനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ, അഗ്ലാലൻ, വിലങ്ങുകളാക്കിയിട്ടുണ്ട്, വിലക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ കൈകൾ കഴുത്തിനോട് ചേർത്ത് ബന്ധിക്കുന്ന ഒരു പ്രത്യേകതരം വിലങ്ങുകളെയാണ് ഉദ്ദേശിക്കുന്നത്. കൈകൾ രണ്ടും കൂട്ടിക്കെട്ടിയിട്ട് കഴുത്തിനോട് ചേർന്ന് കൂട്ടിക്കെട്ടുക. അങ്ങനെ കൂട്ടിക്കെട്ടിക്കഴിയുമ്പോൾ കൈകൾ അനക്കാൻ പറ്റൂല, പിന്നെ കഴുത്തനക്കാനും പറ്റില്ല, തല താഴ്ത്താനും പറ്റാത്ത വിധത്തിലായിത്തീരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്നാണ് ഖുർആൻ വർണ്ണിക്കുന്നത്. ഫഹിയ, ആ വിലങ്ങുകൾ, ഇലൽ അദ്ഖാനി, താടിയെല്ലുകൾ വരെയുണ്ട്. താടിയെല്ലുകൾ വരെ നീണ്ടു നിൽക്കുന്നു. അത് ഫഹും മുഖ്മഹൂൻ, അതുകൊണ്ട് അവര് തല ഉയർത്തപ്പെട്ടവരാണ്. വജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, മിൻബൈനി ഐദീഹിം, അവരുടെ മുന്നിൽ, സദ്ദൻ, ഒരു മറ. സദ് മറയാണ്. വമിൻ ഖൽഫിഹിം സദ്ദ, അവരുടെ പിന്നിലും മറയുണ്ടാക്കിയിട്ടുണ്ട്. ഫഅഗ്ശൈനാഹും, അങ്ങനെ നാം അവരെ ആകെ ആവരണം ചെയ്തിട്ടുണ്ട്, മൂടിയിട്ടുണ്ട്. ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് കാണാൻ കഴിയില്ല, അവർ കാണുന്നില്ല. എന്താ ആയത്തിലെ വിശദീകരണം? നേർക്കുനേരെ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ കിട്ടുക, മക്കയിലെ ഓരോ മനുഷ്യന്റെയും കഴുത്തിൽ വിലങ്ങുകളുണ്ട്. അതുപോലെ തന്നെ അവന്റെ മുന്നിലും പിന്നിലുമൊക്കെ
ഒരു മറയുമുണ്ട് എന്നാണ് തോന്നുക. പക്ഷെ അത് ആർക്കും തോന്നില്ല എന്നുള്ളത് സത്യമാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളോട് പറഞ്ഞാലും കഴുത്തിൽ ആമം വെച്ച പോലെ, വിലങ്ങ് വെച്ച പോലെയുണ്ട്, തല ഉയർത്തപ്പെട്ട മാതിരിയാണ്, മുന്നിലും മുന്നിലും മറയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ആലങ്കാരികമാണ്, യഥാർത്ഥത്തിൽ പറയുന്നതല്ല എന്ന് ആർക്കും വ്യക്തമാവും. അതിനിപ്പോ അത്ര വലിയൊരു സംശയം തോന്നുന്ന സന്ദർഭമല്ല, അങ്ങനെ ഉണ്ടാവില്ല ആർക്കും. അപ്പൊ എന്താണ് സൂചിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയിട്ട് വർഷങ്ങളായി കുറേയായി തുടരുന്നു. ഈ ആളുകൾ സ്വീകരിക്കുന്നുമില്ല. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ ആളുകൾ ഇത് ഉൾക്കൊള്ളുന്നില്ല, സ്വീകരിക്കുന്നില്ല? ആ ചോദ്യം കുറച്ചുകൂടി ശക്തമായാൽ മനസ്സിലെന്ത് തോന്നും? തന്നെപ്പറ്റി തന്നെ മോശം തോന്നും. എന്റെ എന്തോ പോരായ്മയാണോ, ഞാൻ പറഞ്ഞു കൊടുത്തുള്ള തകരാറാണോ എന്ന് തോന്നും മനുഷ്യൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംശയത്തിന് മറുപടി നൽകാണ് ഖുർആൻ. പ്രവാചകരെ, താങ്കളുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ പോരായ്മയോ താങ്കൾ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടോ അല്ല ഈ ആളുകൾ സ്വീകരിക്കാത്തത്. കഴുത്തിൽ കൈകൾ വെച്ച് കെട്ടി വിലങ്ങ് വെച്ച ഒരു മനുഷ്യന് താഴോട്ട് നോക്കാൻ കഴിയാതെ തല ഉയർത്തപ്പെട്ട ഒരവസ്ഥ സങ്കല്പിച്ചു നോക്കൂ. മുന്നിലും പിന്നിലും മറ വെച്ച് കെട്ടിയിട്ട് എങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ ഒന്നും കാണാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ ഗതി ആലോചിച്ച് നോക്കൂ. അതാണ് മക്കയിലെ ജനങ്ങളുടെ അവസ്ഥ. എന്ന് വെച്ചാല് നിങ്ങൾ ഈ പറയുന്ന ആശയങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒന്നും കഴിയാത്ത ഒരുതരം പ്രത്യേക അവസ്ഥയിലാണ് ഇന്ന് ഭൂരിഭാഗം, ആയത്തിറങ്ങുന്ന സമയത്തുള്ള ഭൂരിഭാഗം മക്കയിലെ മുശ്രിക്കുകളും എന്നറിയിക്കുകയാണ് ഖുർആൻ. നമുക്കതിൽ പഠിക്കാനുള്ള എന്താന്ന് പറഞ്ഞാല്, ഖുർആൻ ഇങ്ങനെ ഈ ആശയം, ഇതിന് സമാനമായ ആശയങ്ങൾ പലപ്പോഴും വിശദീകരിക്കാറുണ്ട്. ചിലപ്പോൾ ഉപയോഗിക്കാറ് അവരെ ചെവികളിൽ മൂടിയുണ്ട്, ഹൃദയത്തിന് ശീല വെച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാത്തവരാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഖുർആൻ. ശരിക്കും അവർക്ക് കണ്ണ് കാണാം, അവർ ചെവിയിൽ മൂടിയൊന്നുമില്ല, അവർ ഹൃദയത്തിന്റെ തുറന്നു നോക്കിയാൽ ശീലൊന്നും കാണില്ല. പിന്നെ എന്താണ് ആ പ്രയോഗം? മനുഷ്യന് വരാവുന്ന, സംഭവിക്കാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്തിന്? മറ്റുള്ളവർ അങ്ങനെയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുക ചെയ്യുന്നത്. അത് ആ തെറ്റ് തുടരുമ്പോൾ ആ പുള്ളി വലുതാവുന്നു, ആ കളങ്കം വലുതാവുന്നു. ഇത് മനുഷ്യന്റെ ഒരു ഗതിയാണ്. നമുക്കറിയാം ദുശ്ശീലങ്ങൾ, ഇപ്പൊ പുകവലിക്കുക പോലെയുള്ള ദുശ്ശീലങ്ങൾ ചെയ്ത ആളുകളോട് അത് ആദ്യമൊക്കെ ചെയ്തപ്പോഴുണ്ടായിരുന്ന അയാളുടെ മനോവിഷമോ മനസ്സിന്റെ വിഷമങ്ങളോ പിന്നെ അത് ശീലമാക്കിയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അയാൾക്ക് വളരെ ആശയുണ്ട് തിരിച്ചു വരാൻ, പക്ഷെ പലപ്പോഴും സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ അങ്ങ് ഉറച്ചുപോയി എന്നതാണ്. സമൂഹത്തിൽ നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്. ആര് കണ്ടാലും മോശമാണ്, ആര് കേട്ടാലും മോശമാണ് എന്ന് പറയുന്ന പലതരം പണികൾ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ വേണ്ടപ്പെട്ടവരോ അവരെ മക്കളോ ഒക്കെ അറിഞ്ഞാൽ നാണക്കേടും മോശവുമാകുന്ന പല കാര്യങ്ങളും ആളുകൾ പലരും ചെയ്യാറുണ്ട്. പക്ഷെ അത് അങ്ങനത്തെ ഒരു മോശമാണെന്ന് അവർക്ക് തോന്നുന്നില്ല. എന്തുപറ്റി? അതങ്ങനെ പരിചയിച്ച് അതിന്റെ കൂടെ അങ്ങനെ പോയപ്പോ അതെന്തോ ഒരു മെച്ചപ്പെട്ട പുണ്യപ്പെട്ട ഒരു കാര്യം പോലെ അവർക്ക് ആയിത്തീരുക ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥയാണിത്. നന്മയിൽ ശീലിപ്പിക്കപ്പെട്ടാൽ അതിനോട് ഇഷ്ടം തോന്നുന്നൊരവസ്ഥ വരും. ഒരു തന്നെ തിന്മയിൽ ശീലിപ്പിക്കപ്പെട്ടാൽ അതിനോടായിരിക്കും പിന്നീട് ഇഷ്ടമുണ്ടാവുക. ഒരാൾ അയാളോട് പലതവണ ആളുകൾ പറഞ്ഞു നോക്കി അയാളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ആരൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരുതരം ധിക്കാരത്തോടെ അതിലിങ്ങനെ കടുംപിടുത്തം കാണിക്കുന്ന ആളുകൾ കാണും. എന്തായാലും എന്ന മട്ടിൽ. ആദ്യമൊക്കെ അയാൾക്ക് ഒരു പക്ഷേ മനസാക്ഷിക്കുത്തുണ്ടായെന്ന് വരും. പിന്നെ അയാൾക്ക് ആര് പറഞ്ഞാലും മേശാത്ത, എങ്ങനെ പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും തലയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരും. ഇതൊരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള പരാജയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മൾ പഠിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മഹാനായ മനുഷ്യനാണ്. ഏതോ ഒരു ഭാഗത്ത് നല്ലവരായ കുറെ ആൾക്കാർ ലോകത്തുണ്ട്. ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും കൂടി നല്ലവരായ ആൾക്കാർ അമ്പിയാക്കന്മാരുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആരെയും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു വശത്ത് മേന്മ കാണിച്ചിട്ട് അതിനേക്കാൾ മോശപ്പെട്ട ജീവിതം അവരുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗത്തുണ്ടാവാറുണ്ട്. നബി അതല്ലല്ലോ.
എത്ര സമർത്ഥമായിട്ടും എത്ര ബുദ്ധിപൂർവകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയത്. എന്നിട്ടും അബൂജഹലിനും മുത്തബക്കും ഷൈബക്കും അബൂലഹബിനും ഒന്നും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? ആദ്യമേ കാണിച്ച ഒരുതരം ധിക്കാര മനോഭാവം, മനസ്സ് തുറക്കാത്തൊരു മനോഭാവം, കേൾക്കണ്ട, അറിയണ്ട, പഠിക്കണ്ട എന്നൊരു തീരുമാനം അവരെ അവസാനം ആ നല്ലൊരു സ്വർഗത്തിൽ നിന്ന് നഷ്ടമാക്കി തീർക്കുന്ന അവസ്ഥയിൽ. ഇതൊരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നുള്ളത് ആ ഖുർആൻ പറഞ്ഞത്. നമ്മളൊക്കെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് എത്ര കാലം മുന്നോട്ട് പോയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു പോരായ്മയുണ്ട്, ദീനിയായിട്ടൊരു തെറ്റുണ്ട് നിങ്ങൾ പഠിക്കുന്ന വിശ്വാസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ എന്ന് പറയുമ്പോൾ ഇത് ഞാനും ഞങ്ങളെപ്പോലുള്ള ആളുകളും ഒരുപാട് പേര് ചെയ്യുന്നതാണെന്നോ ഒരുപാട് കാലമായി ചെയ്യുന്നതാണെന്നോ ഞങ്ങളുടെ നാട്ടിലെ മിക്ക ആളുകളുടെയും വിശ്വാസം ഇതാണെന്നോ അങ്ങനത്തെ യാതൊരു ധാരണയും മനസ്സിൽ കൊണ്ടുനടക്കേണ്ടില്ല. തുറന്ന മനസ്സോടെ ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗൽ ഫയത്തബിഊന അഹ്സനഹു. വചനങ്ങൾ കേൾക്കുക, ആര് പറഞ്ഞാലും കേൾക്കുക, അതിൽ നല്ല വശങ്ങൾ പിൻപറ്റാൻ തയ്യാറാവുക, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറേണ്ടതില്ല. ഞാനിത് പറയുന്നത് വെറുതെ അല്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ അറിയുന്നത്? പലപ്പോഴും മതപ്രബോധന പ്രവർത്തനങ്ങൾ നടക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ കാണപ്പെടുന്ന രീതിയുണ്ട് സമൂഹത്തിലെ ചില ആളുകളിൽ. അത് കേൾക്കുകയേ വേണ്ട എന്നൊരു അനുഭവത്തിൽ മാറി നിൽക്കാറുണ്ട്. കേൾക്കുക വേണ്ട അങ്ങനെയല്ല. അങ്ങനെ മനസ്സുമടുത്ത് മാറി നിൽക്കേണ്ടതില്ല. തുറന്ന മനസ്സോടെ കേൾക്കാൻ സന്നദ്ധമാവുക, ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്ന മാനദണ്ഡം ഖുർആനും സുന്നത്തുമാക്കി എടുക്കുകയും ചെയ്യാന്നുള്ള. ഇവർക്ക് പറ്റിയ അനുബന്ധം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി അവസാനം എങ്ങോട്ട് തിരിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരായി. ഇപ്പോ നമുക്കൊരു ചോദ്യത്തിനോട് ഉത്തരം കിട്ടുന്നു. നമ്മൾ പറയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല, കുറ്റകരമാണത്, നിഷിദ്ധമാണത്, വിശ്വാസപരമായ തെറ്റാണ്, അള്ളാഹിനെ മാത്രമേ ദ്വാരക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ ദ്വാരക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലേക്ക് സഹായിക്കുന്ന ഒന്നും പാടില്ല, ഹറാമാണ്. ആ കൂട്ടത്തിൽ ജാറങ്ങളും മക്കാമുകളും ഒന്ന് ഉയർത്തപ്പെടുക ഇസ്ലാമിക സംസ്കാരമല്ല, നബിയുടെ ചര്യല്ലെന്നൊക്കെ പറയും. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, എത്ര വിവരമുള്ള എത്ര പഠിച്ച ആളുകളാണ് ഇതൊക്കെ ശരിയാണെന്ന് പറയുകയും ഇതിനൊക്കെ വേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് എന്ന് വർത്തമാനകാലം ഇങ്ങനെ നോക്കിയിട്ട് ആളുകൾ പറയും. ഇവർക്കൊന്നും എന്ത് ഇത് മനസ്സിലായില്ലേ, ഇവരൊന്നും എന്ത് ഈ ആയത്തുകൾ കണ്ടില്ലേ എന്നിങ്ങനെ. ഖുർആൻ ഒരു ഉത്തരം നൽകുന്നു. ഖുർആൻ ഒരു തരം വിലങ്ങ് ആമം വെച്ച മാതിരി, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റാത്ത മാതിരി, മുന്നിലും പിന്നിലും മറകളുള്ളൊരു വിധത്തിൽ അത്തരമൊരു ജീവിത. അത് പലതരം മറകളാണ് പലർക്കും. അബൂതാലിബിന് ഇത് മറയായത് എന്താണെന്നറിയോ? അറിയില്ലേ? മരിക്കാൻ നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവുന്ന ശ്രമിച്ചു നോക്കി, ഒരു തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ. അയാൾ ചൊല്ലുമായിരുന്നോ നമുക്കറിയില്ല, പക്ഷെ ചൊല്ലിക്കൂടാ എന്ന് ശാഠ്യമുണ്ടായിരുന്നു മക്കയിലെ പ്രമാണിമാർക്ക്. അവസാന സമയത്ത് പിടിച്ചു നിർത്തി, അവർ സമ്മർദ്ദം ചെലുത്തി നിർത്തി. അബൂതാലിബ് പൂർവികന്മാരുടെ മതം വിട്ടുപോയി എന്ന് നാട്ടുകാർ നിങ്ങളെ കൊണ്ട് പറയേണ്ടി വരുന്നത്. ഏത് നാട്ടുകാര്? അബൂതാലിബ് എന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാൾ സഹായിച്ചു എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ മനുഷ്യനെ നമ്മൾ ഈ ഒരു വികാരത്തിൽ നമ്മൾ പറയില്ല. ഏത് നാട്ടുകാർക്ക് അയാളെ വേണ്ടത്? ആർക്ക് വേണം അയാളെ? പക്ഷെ അവർ പറഞ്ഞ് പേടിപ്പിച്ചതാ. നാട്ടുകാർ പിന്നീട് നിങ്ങളെപ്പറ്റി മോശം പറയും, നിങ്ങൾ മതം മാറിയവനായി മരിച്ചുപോയി എന്ന് പറയും. അത് മാനക്കേടാണ് കുടുംബത്തിനുണ്ടാക്കി വെക്കുന്ന. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഗോത്ര നേതാവാണ്. അയാളുടെ അബദ്ധത്തിൽപ്പെട്ടു പോയതാ. അയാൾ ആർക്ക് വേണം? അയാളെ ഗോത്രപെരുമാർക്ക് വേണം. അതിൽ അബദ്ധത്തിൽപ്പെട്ടിട്ട് അയാൾക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ പോയി. ഇതാണ് മറ എന്ന് പറയുന്നത്. നാട്ടിലുള്ള കാരണോസ്ഥാനം, സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം, അനുയായികളിൽ നിന്ന് കിട്ടുന്ന തെക്ബീർ വിളികൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഭൌതികമായ നിസ്സാരമായ ചില സുഖസൌകര്യങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും ഈ ആളുകൾക്ക് ഈ തരം തെറ്റുകൾക്ക് പിന്തുണക്കാൻ വേണ്ടി പ്രേരകമാകുന്നതെന്ന് തിരിച്ചറിയാം. കാരണം ഖുർആൻ പറഞ്ഞത് ഒരു തരം വിലങ്ങ് വെച്ച അവസ്ഥ, താഴോട്ട് നോക്കാൻ കഴിയാത്ത അവസ്ഥ, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ, മുന്നിലും പിന്നിലും മറയുള്ള അവസ്ഥ. ഇങ്ങനത്തെ ഒരു ഗതികേടിൽപ്പെട്ട കുറെ ആളുകൾ നബിയുടെ കാലത്തുണ്ടായിരുന്നു. ഇത് എക്കാലത്ത് മനുഷ്യരിൽ കാണാവുന്നതാണ്. നിങ്ങൾ നമ്മുടെ സമൂഹവുമായി ബന്ധിക്കുമ്പോഴാണ് നമുക്കത് വേഗം മനസ്സിലാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്യ സമൂഹങ്ങളിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാൽ ഇതന്നെ മനസ്സിലാവും. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ജീവിക്കാൻ അർഹതയില്ല, അവൾ ജീവനോടുകൂടി പോയിട്ട് ഭർത്താവിന്റെ ചിതയിൽ ചാടി ചാവണം. ആലോചിച്ച് നോക്കുക, നാട്ടിൽ നിലനിന്ന സമ്പ്രദായമാണത്. അത് ചെയ്യുന്നവർക്ക് ഒരിക്കലും പലർക്കും അത് മോശമാണ്. അത് ചെയ്യിക്കുന്നവർക്ക്, ആ പാവം പെണ്ണിന് തോന്നിക്കാണും ഇതെന്ത്. ആ അനാഥകളാകുന്ന അച്ഛൻ പോയിട്ട് അനാഥയായ കുട്ടികൾ പിന്നെ അമ്മയും കൂടി ഇല്ലാതായി തീരാണല്ലോ. ഒരു ബുദ്ധിപരമായി യുക്തിപരമായി ഒരു ന്യായമില്ലല്ലോ. കുട്ടികളുണ്ടാവാലോ, ആ കുട്ടികൾക്ക് അച്ഛനോ പോയി, എന്നാ പിന്നെ അമ്മയെങ്കിലും ഉണ്ടില്ല ആശ്രയാണ്. അമ്മ ചിതയിലും പോയി, പിന്നെ ഈ മക്കൾ എന്താക്കുന്നു? ഒരു ബുദ്ധിക്ക് ഒരു നിലക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ അത്.
ക്രിസ്തുമതത്തിലെ അച്ഛന്മാരെ ഏറ്റവും പുണ്യാളന്മാരായ ആളുകൾ, മെച്ചപ്പെട്ട ആളുകൾ, അവരെ മെച്ചം അവര് അവിവാഹിതനാണെന്നുള്ളതാണ്. കന്യാസ്ത്രീകൾ അവരാണ് പുണ്യവതികൾ എന്നാണ് പറയുന്നത്, അവർ അവിവാഹിതകളാണെന്നുള്ളതാണ്. ശരി, ഈ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കൂടി പുണ്യവാളന്മാരാവണം, പുണ്യവതികളുമാവണം, സമം അവരാരും വിവാഹം കഴിക്കരുത്. എങ്കിൽ പിന്നെ പുണ്യാളനാവാനും പുണ്യാളത്തിയാവാനും ആൾക്കാരെ വേറെ കടമെടുത്ത് കൊണ്ടുവരേണ്ടിവരുമല്ലോ. എവിടുന്ന് കിട്ടാനാ? ആലോചിച്ച് നിങ്ങൾ. അപ്പൊ അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ആ വശത്തേക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് വിവരമില്ലേ, വിദ്യാഭ്യാസമില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു അവസ്ഥയിൽ അവർ എത്തിപ്പെടുന്നു തിരിച്ചറിയാം. നമ്മളുടെ മനസ്സ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാന്ന് പഠിക്കാം. ബാക്കി സവാഉൻ അലൈഹിം വ സവാഉൻ അലൈഹിം, അതിന്റെ തുടർച്ചയാണ്. സവാ എന്ന് പറഞ്ഞാൽ സമമാണ്, തുല്യമാണ്. സവാഉൻ അലൈഹിം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരിൽ നല്ല അവരെ മേൽ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സമമാണ്. എന്ത്? താഴെ പറയുന്ന കാര്യം സമമാണ്. ആ അൻസർതഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നാലും, അംലം തുൻസിറഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലും, ലാ യുമിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അൻസറ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകി, ആ അം എന്ന് പറഞ്ഞാൽ ചെയ്തുവോ ഇല്ലയോ. ആ അൻസർതഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നാലും, അം ലം തുൻസിറഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും സമമാണ്. എന്ന് വെച്ചാൽ ലാ യുമിനൂൻ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. എന്താണത്? ഒരു ജനത ഒന്നായി ഈ വിധത്തിലായി കഴിഞ്ഞു, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജോലി അവസാനിച്ചു എന്ന് പറഞ്ഞതല്ല. പിന്നെ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽപ്പെട്ടതുകൊണ്ട് ഇനി മുന്നറിയിപ്പ് നൽകുകയും നൽകാതിരിക്കുകയും തുല്യമാണ്. നൽകണം, അത് പ്രവാചകന്റെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷേ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നമാ തുൻസിറു, തീർച്ചയായും താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നത് മനിത്തബ ദിക്റ, ഈ ഉത്ബോധനത്തെ പിൻപറ്റുന്നവർക്കാണ്. ദിക്ർ ഖുർആനിലെ വിവിധങ്ങളായ അർത്ഥങ്ങൾക്ക് ഉപയോഗിച്ച വാക്കാണ് ദിക്ർ എന്നുള്ളത്. ഇവിടെ ദിക്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദേശം, ഉത്ബോധനം എന്നാണ്. ദിക്ർ അത് മേലെന്നായിരിക്കും മുകളിൽ ആരെങ്കിലും ഉണ്ടാവും. ഓ, ദിക്ർ എന്ന് പറഞ്ഞാൽ പിന്നെ ഉത്ബോധനം, പ്രബോധനമാണ്. മനിത്തബ ദിക്റ, ഉത്ബോധനങ്ങൾ, ഉപദേശങ്ങൾ പിൻപറ്റുക. വ ഖശിയർ റഹ്മാന, കാരുണ്യവാനായ റബ്ബിനെ ഭയപ്പെടുക. ബിൽ ഗൈബി, അദൃശ്യമായ വിധത്തിൽ, ഗൈബിയായ നിലക്ക്. ഫബശിറുഹു, അത്തരം ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. ബി മഗ്ഫിറത്തിൻ, പാപമോചനമുണ്ടെന്ന്. വ അജ്റിൻ കരീം, മാന്യമായ പ്രതിഫലവുമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. ഒന്നുകൂടി കേട്ടു നോക്കുക. ഇതായത് ഇന്നമാ തുൻസിറു, നീ മുന്നറിയിപ്പ് നൽകുന്നത് അഥവാ നൽകേണ്ടത് മനിത്തബ ദിക്റ, ഉത്ബോധനങ്ങൾ സ്വീകരിക്കുന്നവർക്കാണ്, പിൻപറ്റുന്നവർക്കാണ്. എങ്ങനെ? വഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ വിധത്തിൽ പടച്ചവനെ പേടിക്കുകയും ചെയ്യുന്നവർക്കാണ്. കാണാൻ കഴിയാത്ത ഒരു റബ്ബിനെ ഭയപ്പെടുകയും ഉത്ബോധനങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉപദേശിച്ചിട്ട് പ്രയോജനമുള്ളൂ. അത്തരം ആളുകൾ ഫബശിറുഹു, താങ്കൾ അവർക്ക് മുന്നറിയിപ്പ്, സന്തോഷവാർത്ത അറിയിക്കുക. ബിമഗ്ഫിറത്തിൻ, പാപമോചനമുണ്ടെന്ന്, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്ന്. വാജിറിൻ കരീം, മഹത്തായ പ്രതിഫലമുണ്ടെന്ന്, മാന്യമായ പ്രതിഫലമുണ്ടെന്ന്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഇന്നമാ തുൻസിറുന്ന, താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നത് എന്നാ ഉദ്ദേശിക്കുന്നത്. താങ്കളുടെ മുന്നറിയിപ്പ് പ്രയോജനപ്പെടുന്നത് എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം നടത്തുമ്പോൾ ഏതെങ്കിലും സമയത്ത് കുറെ ആളുകൾ ഉപേക്ഷിച്ചിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ, ഇനി ഞാൻ നിന്നോടൊന്നും പറയുന്നില്ലടോ എന്ന് മാറ്റിവെച്ച ഒരു സംഭവമില്ല. പറയാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം കിട്ടിയത് ആർക്കാണ്? ഈ ആളുകൾക്ക് മാത്രമാണ്. ഉപദേശങ്ങളെയും മറ്റും സ്വീകരിക്കാൻ സന്നദ്ധമാവുക. അതായത് നല്ലതാണെങ്കിൽ അത് പിൻപറ്റുന്നതിന് എന്ത് തടസ്സം എന്നൊരു വികാരം മനസ്സിൽ കൊണ്ടു നടക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിരുന്നു എന്നുള്ളതോ ദരിദ്രനാണെന്നുള്ളതോ ആ ജാതി കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നതിൽ പ്രമാണിമാരായ ആളുകൾ പിൻപറ്റിയില്ല അദ്ദേഹത്തെ എന്നുള്ളതോ ഒന്നും കാര്യമാക്കാതെ മനിത്തബ ദിക്റ, ദിക്ർ പിൻപറ്റാൻ സന്നദ്ധത കാണിക്കാം. അപ്പൊ നമുക്കെങ്ങനെ അത് വരിക? ഇനി ഒരു പ്രവാചകൻ നമ്മുടെ അടുത്തേക്ക് വരാനില്ല, ഒരിക്കലും വരൂല്ല. പിന്നെന്താണ്ടാവുക? നാം ശ്രദ്ധിക്കാതെ പോകുന്ന, അശ്രദ്ധമാക്കി വിടുന്ന വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളും ആയത്തുകളും ഉണ്ടാവും. നമ്മൾ സാധാരണ ജീവിത രീതിയിൽ ശ്രദ്ധിക്കാതെ പോയത്. അപ്പൊ ഒരാൾ നമ്മളോട് മുന്നറിയിപ്പ് നൽകും, ഇങ്ങനൊരു ആയത്തുണ്ടല്ലോ, എന്നിട്ടെന്താ നിങ്ങളത് ശ്രദ്ധിക്കാതെ പെരുമാറുന്നത്? ആ സമയത്ത് നേരാണല്ലോ, ഞാൻ ദിക്ർ പിൻപറ്റേണ്ടവനല്ലേ, അള്ളാന്റെ ഉപദേശങ്ങൾ പിൻപറ്റേണ്ടവനാണല്ലോ ഞാൻ, അത് മറന്നുപോയതാ. ഒരാൾ പറഞ്ഞു തന്നു, ശരി ഞാനത് പിൻപറ്റാം.
കാരണം എനിക്ക് പടച്ചവനെ പേടിയുണ്ട്. ഏതിങ്ങനെ പേടി? ഞാൻ കണ്ടിട്ടില്ലാത്ത അദൃശ്യനായ എന്റെ റബ്ബിന് എനിക്ക് ഭയമുണ്ട് എന്ന പേടി. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒയ്ബിയായ നിലക്കുള്ള പേടി ഉണ്ടാവുകയും ഉപദേശം സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിക്കുകയും ചെയ്യണം. കേൾക്കാൻ നല്ല സുഖണ്ട്. ഇതൊക്കെ ഇത് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു സ്ഥലത്ത് ഇത് നടപ്പിലാക്കാൻ നമ്മളെ കൊണ്ടാവുക എന്നുള്ളതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ പഠനം കൊണ്ട് കിട്ടേണ്ടത്. ഇപ്പോ പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നിരുന്നു. സത്യമാണത്. ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായിനെ പറ്റി ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞു. മിഅ്റാജ് എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും അതിനെ സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. ഒരുപാട് ഹദീസുകളിൽ ആ സംഭവമുണ്ട് താനും. പക്ഷെ അവിടെ ഒരു അത്ഭുതമുണ്ട്, ഒരു വസ്തു, ഒരു സത്യമുണ്ട്. എന്താണെന്നറിയോ? എന്നാണിത് നടന്നത്? ഏത് വർഷത്തിലാണത് ഉണ്ടായത്? ഏത് ദിവസത്തിലാണത് ഉണ്ടായത്? അത് സ്ഥാപിക്കുന്ന, തെളിയിക്കുന്ന ഒരൊറ്റ ഖുർആൻ ആയത്തുമില്ല, ഒരൊറ്റ സഹിയായ ഹദീസുമില്ല. സംഭവമുണ്ട് എന്നുള്ള ഉറപ്പ്, അങ്ങനെ സംഭവിച്ചിട്ടുള്ള സത്യമാണ്, നിഷേധിക്കാനും പാടില്ല, അവിശ്വസിക്കാനും പാടില്ല. സംഭവിച്ചു. ഒരു അത്ഭുതകരമായ ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ന് നടന്നു എന്ന വർഷമോ ഏത് ദിവസമോ മാസമോ നടന്നു എന്ന സംഭവം കുറിക്കുന്ന ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല, ഒരു സഹീഹായ ഹദീസ് പോലുമില്ല. അതുകൊണ്ട് എന്താ മനസ്സിലാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ദിവസത്തിന്, ഏതോ ദിവസമാവട്ടെ, ആ ദിവസത്തിന് എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കുകയോ എന്തെങ്കിലും പരിഗണന നൽകുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ആ ദിവസം അവ്യക്തമാവോ? സഹാബികൾ പറയില്ലേ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ ദിവസം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, കാരണം ആ ദിവസം ഞങ്ങൾക്കറിയാം, അന്ന് നബി ഞങ്ങളോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര വർഷം ആ കാര്യം ആഘോഷിച്ചിട്ടുണ്ട്. ഒരൊറ്റ സംഭവമില്ല. സാധാരണഗതിയിൽ ആയത്തുകളെ പറ്റിയൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ, ജൂതന്മാരുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു കാണാം, ഈ ആയത്തിറങ്ങിയ സന്ദർഭം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഇന്ന സമയത്താണ് ആ സംഭവം ഓർമ്മയുണ്ടെന്നൊക്കെ. പക്ഷെ ഈ സംഭവത്തെക്കുറിച്ച് എപ്പോഴാണെന്ന് അറിയില്ല. ചിലർ അഭിപ്രായപ്പെട്ടു അത് റജബിലാണെന്ന്, വേറെ ചിലർ പറഞ്ഞു അത് റബീഉൽ അവ്വലിലാണെന്ന്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണുന്നു ആൾക്കാരുടെ. എന്താ അഭിപ്രായങ്ങൾ പെരുകി എന്നാണ് അതിന്റെ അർത്ഥം? ആ വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു രേഖയില്ല എന്നുള്ളതാണ്. ഇനി റജബിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏത് ദിവസത്തിലാണ്? ഒരു അഭിപ്രായങ്ങളാണ്. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആയിരിക്കാമെന്ന അഭിപ്രായം. അത് ആരുടെ? നബിയുടേതല്ല, സഹാബാ കിറാമിന്റേതല്ല, പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞ അഭിപ്രായം. അത് തന്നെ അവർ പറഞ്ഞു എന്നതിന് സ്ഥിരീകരിക്കപ്പെടാത്തതിലുള്ള വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകൾ. റജബ് 27 നോക്കേണ്ടത്. ഇത്ര അവ്യക്തമായി കിടക്കുന്ന, ഒരിക്കലും ഒരു ഹദീസിൽ റജബിനെ പറ്റി ഒരു പ്രത്യേകമായ റജബ് 27 പ്രത്യേക ആഘോഷമോ ഒന്നും സംഘടിപ്പിക്കാനോ പ്രത്യേകിച്ച് ദിക്റോ നിസ്കാരമോ ഒന്നും പഠിപ്പിക്കപ്പെടാത്തതാണ് വസ്തുത. എങ്കിൽ റജബിനെ എങ്ങനെ കാണണം? ഒരു മാസമായി കാണണം. എങ്ങനത്തെ മാസമായിട്ട്? ആദരിക്കാൻ വേണ്ടി പറഞ്ഞ മാസങ്ങളുണ്ട്. അഷ്ഹറുൽ ഹുറും, പവിത്രമായി പരിഗണിക്കപ്പെടേണ്ട മാസങ്ങൾ. ആ മാസങ്ങളിൽപ്പെട്ടൊരു മാസമാണ് റജബ്. പിന്നെ ദുൽഖഅദയും ദുൽഹജ്ജയും മുഹറമുമാണ് പിന്നെ ആ കൂട്ടത്തിലുള്ളത്. ഇവിടെ നടുക്ക് റജബ് മാസവും. എന്താണ് അതിന്റെ പവിത്രത? ആ മാസത്തെ പരസ്പരമുള്ള അടികൂടുകളും ശണ്ടകളും ഒക്കെ മാറ്റിവെക്കണം. ഒരു യുദ്ധമോ ഏറ്റുമുട്ടലോ അഥവാ നടത്തേണ്ടി വന്നാൽ പോലും നാം ആയിട്ട് റജബ് മാസത്തിൽ നമ്മൾ തുടങ്ങരുത് റജബിലും ദുൽഖഅദിലും. എന്നാൽ ഒരു ശത്രു ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലോ നാം അതിൽ മടി കാണിക്കാനും പാടില്ല, തിരിച്ചടിക്കാൻ മടി കാണിക്കാനും പാടില്ല. ഇതാണ് അതിന്റെ വിധി. ഈ നിയമം ദുൽഖഅദ് മാസത്തിനും ബാധകമാണ്, ദുൽഹജ്ജ് മാസത്തിനും ബാധകമാണ്, മുഹറം മാസത്തിനും ബാധകമാണ്. ഇങ്ങനെ ആദരണീയമായ മാസങ്ങൾ എന്ന് പറയപ്പെടുന്ന 4 മാസങ്ങളെ കൂട്ടത്തിലെ ഒരു മാസമാണ് റജബ്. അതൊരു ദിവസമല്ല, ആ മാസം മുഴുവൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബാക്കി മാസങ്ങൾ തല്ലുവിടാൻ പറ്റുമെന്ന്? ബാക്കി മാസങ്ങൾ പാടില്ല. നുണ പറയാനും ഈബത്ത് പറയാനും നമീമത്ത് പറയാനും റമദാൻ അല്ലാത്ത മാസം പാടില്ലല്ലോ. പക്ഷെ റമദാൻ മാസത്തെ പ്രത്യേകം നിർദ്ദേശിച്ചിട്ട് പറഞ്ഞു, കൂടുതൽ സൂക്ഷിക്കുക, കൂടുതൽ ശ്രദ്ധിക്കുക. ഈ ഒരു പവിത്രത റജബ് മാസത്തിനുണ്ട്. ഇങ്ങനെ വാദരും ബാക്കിയൊന്നും അതിലില്ല. എന്നിട്ട് നമ്മളെ കൂടെ താമസിക്കുന്നവരോ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകാരോ വേറെ ആരെങ്കിലുമോ നാട്ടിൽ ബന്ധുക്കളോ അടുത്തുള്ളവരോ ഒക്കെ ഇന്ന് മേറാജ് രാവാണെന്നും പറഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരുങ്ങാനോ മെനക്കെട്ടാൽ ഇതെനിക്ക് വർജ്യമാണ്, ഇതെനിക്ക് അടുത്തുകൂടാ, ഇത് കുറ്റകരമാണ് എന്ന് പറയാനുള്ള മനസാക്ഷി ഉണ്ടാവുമോ നമുക്ക്? നമ്മളെ ഭക്ഷണം നോക്കിയിട്ട് പറയും, അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ എന്താ? ഈ ഭക്ഷണത്തിലാ ഒരുപാടുള്ളത്. അതെ, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ ആയത്തുകളിൽ, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകളിൽ ശക്തമായി വിലക്കിയ കാര്യമുണ്ട്. മക്കയിൽ വെച്ച് എന്താ അറിയോ? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്നതിനെ. എന്താ അറിയോ? ആ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവുക, ത്വയ്യിബാവുക എന്ന് ഖുർആന്റെ നിബന്ധനയാ. ഹലാൽ. ഇതെന്തിന്റെ പേരിലുണ്ടാക്കിയ ഭക്ഷണ? ഒരു ബിദ്അത്തിന്റെ, അല്ലേ? ഒരു ബിദ്അത്തിന്റെ. നബിക്ക് ഏറ്റവും വെറുത്തൊരു സാധന ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മതത്തിലുണ്ടാക്കിയ ഒരു അനാചാരം.
ആ ഒരു അനാചാരത്തിന്റെ ഓർമ്മക്കും നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരത്തോട്, ആ അനാചാരത്തോടുള്ള ശക്തമായ വിരോധം അവിടെയാണ് കാണേണ്ടത്. എനിക്കിത് വേണ്ട, ഈ സംവിധാനത്തോട് ഞാനില്ല, ഈ ഏർപ്പാടിനോടും എനിക്ക് വെറുപ്പാ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടാത്തതാ, സഹാബികൾക്ക് പരിചയമില്ലാത്തതാ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്തതാ. അതാ ഈ പറയുന്നത്. മനിത്തബ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് എന്നൊക്കെ പറഞ്ഞാല് ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുക എന്ന് പറയുന്ന അർത്ഥം ഇതാണ്. മാനദണ്ഡമുണ്ട് നമുക്ക് ദീനില്. ഖുർആൻ ചൊല്ലിത്തന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നോ സ്വീകരിക്കുക. അല്ലാത്തത് ആരൊക്കെ കൂട്ടി പറഞ്ഞാലും ശരി അത് സ്വീകരിക്കാതിരിക്കാനുള്ള തന്റെ ഇടവും കാണിക്കുക. അതാ ഖുർആനാ പറഞ്ഞ. അല്ലാതെ ഒരു ഒഴുക്കമട്ടില് ആ ഉപദേശം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞതല്ല. പിന്നെ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന പ്രയോഗം ഖുർആനിൽ ഇഷ്ടം പോലെയുണ്ട്. ഖശിയത്ത്. പക്ഷെ ആ വാക്ക് ശ്രദ്ധിച്ചോ നിങ്ങൾ? ബിൽ ഗൈബ്, ഗൈബിയായ നിലക്കുള്ള പേടി, അള്ളാഹിനെ പേടിക്കാൻ. നമ്മൾ അങ്ങനെ അള്ളാഹിനെ പേടിക്കുന്നത് നമ്മളെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും നമ്മൾ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ ബുദ്ധി കൊണ്ട് അള്ളാഹിന്റെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഖുർആനിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നല്ലാതെ നമ്മളെ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് അള്ളാഹിന്റെ സംസാരം കേൾക്കുകയും ചെയ്തില്ല. അതാണ് ഗൈബ്. അള്ളാഹിനെ എങ്ങനെ പേടിക്കണം? ഗൈബിയായ നിലക്ക് പേടിക്കണം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഗൈബിയായ നിലക്ക് പേടിക്കേണ്ടത് അവൻ മാത്ര, വേറെ ഒരുത്തനും ഇല്ലാന്നാ. അതാ ഖശിയർ റഹ്മാൻ ബിൽ ഗൈബിന്റെ വില. ആർക്കാ ഉപദേശം ഉൾക്കൊള്ളാൻ പറ്റാന്നറിയങ്ങള്? അള്ളാഹിനെ പേടിക്കണം. എങ്ങനെ? ഖശിയർ റഹ്മാൻ ബിൽ ഗൈബ്, ഗൈബിയായ വിധത്തിൽ അള്ളാഹിനെ ഭയപ്പെടണം. അതിന്റെ പൊരുൾ എന്താണെന്നറിയോ? ഗൈബിയായ വിധത്തിൽ നമ്മൾ ഭയപ്പെടണം. ആരെന്നറിയോ? പടച്ചോനെ മാത്രം, വേറൊരു മഖ്ലൂഖിന് ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടയില്ല. നമ്മളെ അവസ്ഥ എന്താ? എന്തിനൊക്കെ പേടി നമുക്കെന്നറിയോ? എന്ത് ഉപദ്രവം അയാൾക്ക് ചെയ്യാ അറിയില്ല, മറഞ്ഞ